നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരുന്ന എക്സാമിനെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമുക്കൊന്ന് നോക്കാം, ശ്രദ്ധിച്ചു നോക്കൂ. ഫിഫ വേൾഡ് കപ്പാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വിഷയമായിരിക്കും. ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് അടുത്തിടെ 2022 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ഫിഫ വേൾഡ് കപ്പ് എന്ന പേരിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്: എന്താണ് ഫിഫ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? എന്താണ് ഫിഫ എന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ട ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്: ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഫിഫ. കിട്ടുമോ? ഒരു അന്താരാഷ്ട്ര സംഘടന. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോൾ എഴുതൂ. ഫസ്റ്റ് പോയിൻ്റ് ഫിഫ വേൾഡ് കപ്പ് എന്ന് ഹെഡിങ് കൊടുക്കൂ. ഒന്നാമത്തെ പോയിൻ്റ് കൂടെ നോട്ട് എഴുതി പോകും. എഴുതി കഴിഞ്ഞ ഉടനെ ഓക്കെ പറയണോ എല്ലാവരും, കേട്ടോ? യെസ്. അപ്പോൾ ഹെഡിങ് കൊടുക്കൂ, ഫിഫ വേൾഡ് കപ്പ് എന്ന് ഹെഡിങ് കൊടുക്കണം. ഫസ്റ്റ് പോയിൻ്റ്, ഒന്നാമത്തെ പോയിൻ്റ്, ഫിഫ എന്നത് ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഫിഫ എന്നത് ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഓക്കെ, യെസ്. അടുത്ത പോയിൻ്റ്, രണ്ടാമത്തെ പോയിൻ്റ് എഴുതിക്കോ. സ്ഥാപിതം 2 കുത്ത്. ഫിഫ സ്ഥാപിതമായത് 2 കുത്ത്. സ്ഥാപിതം 2 കുത്ത്. ഫിഫ സ്ഥാപിതം 2 കുത്ത്. ഓക്കെ, പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ് ഫിഫ എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടന സ്ഥാപിതമായതെന്നാണ്. ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഫിഫ സ്ഥാപിതമായ വർഷം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? 2 പേർക്കെങ്കിലും ഫിഫ സ്ഥാപിതമായ വർഷം. യെസ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഫിഫ സ്ഥാപിതമായ വർഷം എന്നാണ്. സ്ഥാപിതമായ വർഷം 1904 കേട്ടോ. 1904 മെയ് മാസം 21. 1904 മെയ് മാസം 21. ഓക്കെ അല്ലേ? 1904 കിട്ടോ. ഫിഫ എന്ന് പറയുന്നത് FIFA. അപ്പം 4 ലെറ്ററാണുള്ളൂ. അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. 1904 മെയ് മാസം 21 സ്ഥാപിതമാകുന്നത്. ഓക്കെ അല്ലേ? 1904 മെയ് 21. മെയ് മാസം 21. യെസ്. ഫൗസിയ സിറാജ്. യെസ്. തൊട്ട് താഴെ മൂന്നാമത്തെ പോയിന്റ്, ആസ്ഥാനം. ആദ്യം പക്ക ബേസ് ചോദ്യങ്ങളാണ് പറയുന്നത്. ആസ്ഥാനം. ഫിഫയുടെ ആസ്ഥാനം എവിടെയാണ്? അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫിഫയുടെ ആസ്ഥാനം എവിടെയാണ്? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാമോ? ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാലോ? ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ ഏത് രാജ്യത്താണ്? യെസ്, ഫൗസിയ സിറാജ്. കറക്റ്റ് ഉത്തരമാണ്. സൂറിച്ച് എന്ന് പറയും. സൂറിച്ച് കിട്ടോ. സൂറിച്ചാണ്. സൂറിച്ച് ഏത് രാജ്യത്താകുന്നു എന്ന് ചോദിച്ചാൽ സൂറിച്ച് സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലാൻഡ്. സൂറിച്ച് സ്വിറ്റ്സർലൻഡിലാണ്. കിട്ടോ. യെസ്, കറക്റ്റാണ്. സൂറിച്ച് സ്വിറ്റ്സർലൻഡിലാണ്. കിട്ടും. അടുത്ത ചോദ്യം ഫിഫയുടെ ആദ്യ പ്രസിഡന്റ് ചോദിച്ചില്ല. ഫിഫയുടെ ആദ്യ പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യ തലവൻ ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഫിഫയുടെ ആദ്യ പ്രസിഡന്റ് ചോദ്യചിഹ്നം. ഫിഫയുടെ ആദ്യ പ്രസിഡന്റ് ചോദ്യചിഹ്നം. ഫിഫയുടെ ആദ്യ പ്രസിഡന്റ് ചോദ്യചിഹ്നം. ഫിഫയുടെ ആദ്യ പ്രസിഡന്റ് തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആ പേര് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഫിഫയുടെ ആദ്യ പ്രസിഡന്റിൻ്റെ പേര് റോബർട്ട് ഗുറിൻ എന്നാണ്. റോബർട്ട് ഗുറിൻ എന്നാണ് ഫിഫയുടെ ആദ്യ പ്രസിഡന്റ്. റോബർട്ട് ഗുറിൻ എന്നാണ് ഫിഫയുടെ ആദ്യ പ്രസിഡന്റ്. റോബർട്ട് ഗുറിൻ എഴുതിയെത്തുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഫിഫയുടെ ആദ്യ പ്രസിഡന്റ് റോബർട്ട് ഗുറിൻ എന്ന് ആകുന്നു. റുക്സാന വേൾഡ്. ഓക്കെ, യെസ്, സന്തോഷം. അടുത്ത പോയിന്റ്, ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ഒരു കാരണ വിജി പ്രദീപ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോകാമല്ലോ നമുക്ക്. യെസ്, ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ ഫിഫയുടെ പ്രസിഡന്റ് ആരാണ്? അടുത്ത ചോദ്യം, ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ചോദ്യചിഹ്നം. ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ചോദ്യചിഹ്നം. ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ചോദ്യചിഹ്നം. ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ്, വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ. ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ചോദ്യചിഹ്നം. ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? യെസ്, ഈ പേരൊന്ന് പഠിക്കണം. ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോ. ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോ. കേട്ടോ, പുരുഷനാണ് ആൾ കേട്ടോ. ഗിയാനി ഇൻഫാന്റിനോ എഴുതിയെത്തുന്നുണ്ടോ? ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോ. പറഞ്ഞങ്ങ് എഴുതിയാൽ മതി, ഗിയാനി ഇൻഫാന്റിനോ. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതണം. പുള്ളിയുടെ ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളണം. ഈ പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫിഫയുടെ പ്രസിഡൻ്റായി തുടർച്ചയായ 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. കിട്ടുമല്ലോ? അപ്പോൾ ബ്രാക്കറ്റ് എഴുതണം. തുടർച്ചയായി 3ാം തവണയും ഫിഫയുടെ പ്രസിഡൻ്റായി നിയമിതനായ വ്യക്തി.
എന്ന് എഴുതി വെച്ചോളൂ. തുടർച്ചയായ 3-ാം തവണയും ഫിഫയുടെ പ്രസിഡൻ്റായി നിയമിതനായ വ്യക്തി. 2027 വരെയും ഇദ്ദേഹം തന്നെയായിരിക്കും ആ പദവിയിലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തു വയ്ക്കുക, ഫിഫയുടെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാൻറ്റിനോ, തുടർച്ചയായ 3-ാം തവണയും പ്രസിഡൻ്റായിരുന്നത് ഗിയാനി ഇൻഫാൻറ്റിനോ ആണ്. 2027 വരെ അദ്ദേഹത്തിൻ്റെ കാലയളവ് തന്നെയാണ് എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വച്ചിരിക്കുക. കിട്ടുന്നുണ്ടോ? എഴുതിയെത്തിയാൽ പറഞ്ഞ പോയിന്റുകൾ. ഫിഫയുടെ 3-ാമത് പ്രസിഡൻ്റാണ് അദ്ദേഹം. വിജി പ്രദീപ്, യെസ്, ഓക്കെ എന്നല്ലോ. ഓക്കെ അല്ലോ. ഫൗസിയ, റുക്സാന ബ്ലസ്, തുടർച്ചയായ 3-ാം തവണയും പുള്ളി തന്നെയാണ്. യെസ്. അപ്പോൾ നോട്ട്ബുക്ക് ഒന്ന് നോക്കിക്കൊള്ളണം, എഴുത പോയിന്റുകളെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിക്കൊള്ളണം. അപ്പോൾ ഫിഫ വേൾഡ് കപ്പുകളും പറയുന്നു. നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഫിഫ എന്നത് ഒരു അന്താരാഷ്ട്ര സംഘടനയാണെന്ന് പറഞ്ഞു. ഫിഫ സ്ഥാപിതമായ വർഷം നോട്ട്ബുക്കിൽ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചോ. 1904 മെയ് മാസം 21-ാം തീയതിയാണ് സ്ഥാപിതമായത്. കിട്ടുമല്ലോ. മെയ് മാസം 21-ൻ്റെ പ്രത്യേകത എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മെയ് മാസം 21 ദേശീയ ഭീകരവിരുദ്ധ ദിനം കൂടെയാണ്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. നമ്മുടെ രാജീവ് ഗാന്ധി, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ ചരമദിനം കൂടെയാണ് മെയ് 21 കൂടി. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ എങ്ങോട്ട് പോയി? ഫിഫയുടെ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞു, സൂറിച്ചാണെന്ന് പറഞ്ഞു. സൂറിച്ച് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ സൂറിച്ച് സ്വിറ്റ്സർലൻഡിലാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഫിഫ എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം സൂറിച്ചാണ്. അതിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു റോബർട്ട് ഗ്യൂറിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, അത് നമ്മൾ ഓർത്തെടുത്തു. പിന്നെ പറഞ്ഞു ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗിയാനി ഇൻഫാൻറ്റിനോ ആണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. ഗിയാനി ഇൻഫാൻറ്റിനോ എത്രാമത് ഫിഫയുടെ പ്രസിഡൻ്റായി, തുടർച്ചയായ 3-ാം തവണയും ഫിഫയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഗിയാനി ഇൻഫാൻറ്റിനോ. 2027 വരെയും അദ്ദേഹത്തിൻ്റെ തന്നെ കാലയളവായിരിക്കുമെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. സെറ്റ് തന്നെ കിട്ടുന്നുണ്ടോ? നോട്ട് ക്ലിയർ ആണോ? പറഞ്ഞ പോയിന്റുകൾ ക്ലിയർ അല്ലേ? ഫൗസിയ, സിറാജ്, യെസ്, ഓക്കെ, സന്തോഷം. യെസ്, പോകാം നമുക്ക് അടുത്ത പോയിന്റിലേക്ക്. ഞാൻ അടുത്തൊരു വാക്ക് ബോർഡിൽ എഴുതാം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് വേണം നോക്കേണ്ടത്. ഓക്കെ, നോക്കിയോ, ശ്രദ്ധിച്ച് നോക്കിയോ. ഒരു വാക്ക് ഞാൻ എഴുതാം. ഇങ്ങനെ ഒരു കായിക ഇനമുണ്ട്. കേട്ടിട്ടുണ്ടോ? കായിക ഇന മത്സരമുണ്ട്. സന്തോഷ് ട്രോഫി എന്ന പേരിൽ ഒരു മത്സരം നടക്കാറുണ്ട്. സന്തോഷ് ട്രോഫി. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? കിട്ടുമോ? അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് ഫുട്ബോൾ മത്സരമാണ്. കിട്ടുമല്ലോ. യെസ്, കറക്റ്റാണ്. ഫുട്ബോൾ മത്സരമാണ് സന്തോഷ് ട്രോഫി. എല്ലാ വർഷങ്ങളിലും മിക്കവാറും നടക്കും. ഇന്ത്യയുടെ ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു ഫുട്ബോൾ മത്സരമാണ് സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും, ഇപ്പോൾ ഒരാഴ്ച മുമ്പ് സന്തോഷ് ട്രോഫിയുടെ പേരിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. സന്തോഷ് ട്രോഫിയുടെ പുതിയ പേര്. അപ്പോൾ തൊട്ട് താഴെ ഒരു ബോക്സ് തുറന്ന് ബോക്സിൻ്റെ അകത്ത് എഴുതിയിട്ടോളണം സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരങ്ങളുടെ പുതിയ പേര്. യെസ്, അപ്പോൾ എഴുതൂ. അടുത്ത പോയിന്റ് ഒരു പെട്ടിക്കകത്ത് എഴുതിയും കിട്ടുന്നത് അഡീഷണൽ പോയിന്റ് ആണ് കേട്ടോ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരങ്ങളുടെ പുതിയ പേര്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരങ്ങളുടെ പുതിയ പേര്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരങ്ങളുടെ പുതിയ പേര്. ഒരു ബോക്സ് തുറന്ന് എഴുതിക്കൊള്ളണം. ബോക്സ് അടച്ചു കളയൽ അഡീഷണൽ തൊട്ട് താഴെ 1-2 പോയിന്റ് കൂടെ വരും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരങ്ങളുടെ പുതിയ പേര്. യെസ്, എന്താണ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരാഴ്ച മുമ്പ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻ്റ് പുതിയ പേര്. സന്തോഷ് ട്രോഫിക്ക് മുന്നിലായി ഒരു വാക്കും കൂടെ അവർ ചേർത്തിട്ടുണ്ട്. യെസ്, എന്ത് തന്നെയാണ്? ഫിഫ എന്ന വാക്കാണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻ്റ് പുതിയ പേര് ഫിഫ സന്തോഷ് ട്രോഫി എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഫിഫ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻ്റ് പുതിയ പേര് സന്തോഷ് ട്രോഫിയുടെ പുതിയ പേര് ഫിഫ സന്തോഷ് ട്രോഫി. ഓക്കെ അല്ലേ? ഫിഫ സന്തോഷ് ട്രോഫി. യെസ്, പോകാമല്ലോ. തൊട്ട് താഴെ ബോക്സിൻ്റെ തന്നെ തൊട്ട് താഴെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് എഴുതി വെച്ചോളണം. 2024 ഫിഫ സന്തോഷ് ട്രോഫിയുടെ വേദി ആകുന്നത് ചോദ്യചിഹ്നം. 2024 ഫിഫ സന്തോഷ് ട്രോഫിയുടെ വേദി ആകുന്നത് ചോദ്യചിഹ്നം. അടുത്ത വർഷത്തെ വേദി ഫിഫ സന്തോഷ് ട്രോഫി 2024 വേദി ആകുന്നത്, അല്ലെങ്കിൽ 2024 ഫിഫ സന്തോഷ് ട്രോഫിയുടെ വേദി ചോദ്യചിഹ്നം. യെസ്, ഏത് സ്റ്റേറ്റാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? ഏത് സംസ്ഥാനത്ത് വെച്ചാണ് നടക്കുന്നതെന്ന് പറയാമോ? ഫിഫ എന്നുള്ള പുനർനാമകരണം ചെയ്തതിന് ശേഷമുള്ള മത്സരം ഏത് സ്റ്റേറ്റിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്? 2024 ഫിഫ സന്തോഷ് ട്രോഫിയുടെ വേദി. യെസ്, ഏത് സ്റ്റേറ്റ്? ഞാൻ വേണമെങ്കിൽ ക്ലൂ തരാം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനത്ത് വെച്ചാണ് കളി നടക്കാൻ പോകുന്നത്. പറയാമോ? ഇന്ത്യയുടെ കിഴക്കേ തീരത്ത് അല്ലെങ്കിൽ കിഴക്കേ അറ്റത്ത് വരുന്ന സ്റ്റേറ്റ് ഏതാണ്? ഏത് സ്റ്റേറ്റ്? 2024 ഫിഫ സന്തോഷ് ട്രോഫിയുടെ വേദി ഹിമാചലോ? ഫെമി, മുസ്തഫ, യോ മിസ്റ്റേക്ക്. കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം
ഈ സംസ്ഥാനത്തെ തലസ്ഥാനം ഇറ്റാനഗറാണ്. കിഴക്കേറ്റത്തുള്ള സ്റ്റേറ്റ് അരുണാചൽ പ്രദേശാണ്. ഹിമാചൽ അല്ല, അരുണാചൽ പ്രദേശ്. എഴുതി വെച്ചോളണം, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. ഓക്കെ ആണോ? 2024 ഫിഫ സന്തോഷ് ട്രോഫിയുടെ വേദിയാകുന്നത് അരുണാചൽ പ്രദേശാണ്. ക്ലിയർ അല്ലേ? അവിടെ നിന്നും ഒരു പോയിന്റ് നിങ്ങൾ തൊട്ട് എഴുതി വെച്ചോളണം. 2024 അരുണാചൽ പ്രദേശിൽ വെച്ച് നടക്കുന്ന ഫിഫ സന്തോഷ് ട്രോഫിയുടെ സമാപന ദിവസം. ഓക്കെ, 2024 അടുത്ത പോയിന്റ്, 2024 അരുണാചൽ പ്രദേശിൽ വെച്ച് നടക്കുന്ന ഫിഫ സന്തോഷ് ട്രോഫിയുടെ സമാപന ദിവസം മുഖ്യ അതിഥിയായി എത്തുന്ന വ്യക്തി ചോദിച്ചിന്. മുഖ്യ അതിഥിയായി എത്തുന്ന വ്യക്തി ചോദിച്ചിന്. 2024 അരുണാചൽ പ്രദേശിൽ വെച്ച് നടക്കുന്ന ഫിഫ സന്തോഷ് ട്രോഫി മത്സരങ്ങളുടെ ഫൈനൽ നടക്കുന്ന ദിവസം അല്ലെങ്കിൽ സമാപന ദിവസം മുഖ്യ അതിഥിയായി എത്തുന്നത്, ട്രോഫി നൽകുന്നതിന് വേണ്ടിയാണ് എത്തുന്നത് കേട്ടോ പുള്ളി. യെസ്, മുഖ്യ അതിഥിയായി എത്തുന്ന വ്യക്തി ചോദ്യചിഹ്നം. യെസ്, ആരുടെ വരുന്നത് അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷ് ട്രോഫി, ഫിഫ സന്തോഷ് ട്രോഫി എന്ന് പുനർനാമകരണം ചെയ്തതിന് ശേഷം നടക്കുന്ന മത്സരമാണ്. അരുണാചൽ പ്രദേശിൽ വെച്ച് നടക്കും. അതിൻ്റെ സമാപന ദിവസം ട്രോഫി നൽകാൻ വേണ്ടി മുഖ്യ അതിഥി അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റായിട്ട് ഇന്ത്യയിലേക്ക്, അരുണാചൽ പ്രദേശിലേക്ക് വരുന്ന വ്യക്തി ആരായിരിക്കും? യെസ്, ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഫെമി, ബിജി ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഫൗസിയ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? മുഖ്യ അതിഥിയായി എത്തുന്ന വ്യക്തി വെറുതെ നിങ്ങൾ തലവർക്കിപ്പിച്ചാൽ മതി. ആരായിരിക്കും വരുന്നത്? യെസ്, അത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ വ്യക്തി തന്നെയാണ് വരുന്നത്. ഗിയാനി ഇൻഫാൻറ്റിനോ. മനസ്സിലാവുന്നുണ്ടോ? ഗിയാനി ഇൻഫാൻറ്റിനോ ഫിഫയുടെ പ്രസിഡൻറ്റ് തന്നെയാണ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഫിഫയുടെ പ്രസിഡൻറ്റ് തന്നെയാണ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ തന്നെ പറഞ്ഞ പോയിന്റുകൾ. ഫിഫയുടെ പ്രസിഡൻറ്റ് തന്നെ നേരിട്ട് എത്തും, ഇന്ത്യയിൽ വരും. ഫിഫ സന്തോഷ് ട്രോഫിക്ക് അന്നത്തെ വിജയികൾക്ക് സമാപന ദിവസം ട്രോഫി കൈമാറും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ ചോദ്യങ്ങളാണ്. ബോക്സ് അടച്ചുകളയിൽ, പെട്ടി അടച്ചുകളയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ എഴുതി കയറ്റണം. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ക്ലിയറായ? സന്തോഷ് ട്രോഫി മുതൽ ഇങ്ങോട്ടുള്ളത്, ബോക്സിൻ്റെ അകത്തുള്ളത് എഴുതിയെത്തുന്നുണ്ടോ? യെസ്, നിങ്ങൾ എഴുതി തീരുമ്പോഴത്തേക്ക് ഒരു SO KO ഒക്കെ പറയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ഒരുപാട് സ്ലോ ആയിപ്പോൾ. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ ബോക്സിൽ ലാസ്റ്റ് പോയിന്റ് എഴുതിക്കോ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, സാധാരണ സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, സാധാരണ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ വെച്ച് ഇങ്ങനെ മാറി മാറി നടക്കാറുണ്ട്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2023 ആദ്യം കേൾക്കൂ, 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരങ്ങൾ ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു രാജ്യത്ത് വെച്ച് നടന്നു. അതാണ് നമ്മുടെ ചോദ്യം. അത് ഏത് നഗരമെന്നാണ് അടുത്ത ചോദ്യം ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോക്സിൽ ലാസ്റ്റ് പോയിൻ്റായിട്ട് എഴുതിക്കൊള്ളണം, ചരിത്രത്തിൽ ആദ്യമായി 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച വിദേശ രാജ്യം. ഓക്കെ അല്ലേ? 2024 ഫിമി മുസവക്. യെസ്, ഉത്തരം കറക്റ്റാണ്, സൗദി അറേബ്യയാണ്. യെസ്, അപ്പോൾ ചരിത്രത്തിലാദ്യമായി സന്തോഷ് ട്രോഫി മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച വിദേശ രാജ്യം 2023 ചരിത്രത്തിലാദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരങ്ങൾക്ക് 2023 ആതിഥേയത്വം വഹിച്ച വിദേശ രാജ്യം ചോദ്യചിഹ്നം. യെസ്, ഉത്തരം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ സ്ഥലം പറയാമോ? ഏത് നഗരത്തിൽ വെച്ചാണ് നടന്നതെന്ന്? സൗദി അറേബ്യയിൽ എവിടെ വെച്ച് നടന്നത്? യെസ്, രാജ്യം സൗദി അറേബ്യ തന്നെയാണ്. സൗദി അറേബ്യയുടെ ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളണം, സൗദി അറേബ്യയിൽ റിയാദ് ആണ് എന്ന് ഓർത്ത് വയ്ക്കണം. സൗദി അറേബ്യയിലെ റിയാദ് ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. സൗദി അറേബ്യയിലെ റിയാദ്. ക്ലിയർ തന്നെ? യെസ്, എന്നിട്ട് ആ ബോക്സ് അങ്ങ് അടച്ചോളണം കേട്ടോ. എന്നിട്ട് ആ ബോക്സ് അങ്ങ് ക്ലോസ് ചെയ്തോളണം. വെച്ചോളണം. ബോക്സ് അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചോളണം. യെസ്, വിജയ് പ്രദീപ്. ഓക്കെ എന്നല്ലോ പറഞ്ഞ പോയിന്റുകൾ. ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ വൺസ് മോർ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് അയച്ചേക്കണം കേട്ടോ. യെസ്, ഓക്കെ തന്നെ? ഓക്കെ അല്ലേ? വേണ്ടല്ലോ. യെസ്, പോകാം അടുത്ത പോയിന്റ്. അപ്പോൾ ബോക്സ് അങ്ങ് ക്ലോസ് ചെയ്തോളൂ കേട്ടോ. സന്തോഷ് ട്രോഫിയായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ് എല്ലാം കൂടെ അഡീഷണൽ പോയിന്റുകളാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബോക്സിൻ്റെ അകത്ത് ആയിക്കോളണം നിങ്ങൾ. ക്ലിയർ അല്ലേ? യെസ്, അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റ് നമ്മൾ പറയാൻ പോകുന്നത്, യെസ് എഴുതിക്കോ, ആദ്യ വേൾഡ് കപ്പ് നടന്ന വർഷം. ആദ്യ വേൾഡ് കപ്പ് മത്സരം നടന്ന വർഷം. ആദ്യ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നത് ഏത് വർഷം എന്നാണ് നമ്മുടെ ചോദ്യം. ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടെയാണ് കേട്ടോ, പഠിച്ചു വെച്ചോളൂ. ആദ്യ വേൾഡ് കപ്പ് നടന്ന വർഷം. യെസ്, ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ആദ്യ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നത് ഏത് വർഷമായിരുന്നു? യെസ്, ഏത് വർഷമാണ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ക്ലൂ തരാം.
യെസ്, ഏത് വർഷമാണ്? നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം നടന്ന അതേ വർഷം. അപ്പോൾ ഇതിന് കമൻറ്റ് ചെയ്യാമല്ലോ. ആദ്യ വേൾഡ് കപ്പ് നടന്ന വർഷം എന്നാണ് ഉപ്പ് സത്യാഗ്രഹം? 1930. യെസ്, കറക്റ്റാണ്. ഇതിക്കോ ഉത്തരം 1930 ആണ്. ആദ്യ വേൾഡ് കപ്പ് മത്സരം നടന്ന വർഷം 1930. കറക്റ്റാണ്. ഫൗസിയ പറഞ്ഞത് കറക്റ്റാണ്. 1930 കിട്ടുമല്ലോ. വർഷങ്ങൾ ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, തൊട്ട് താഴ്ത്തിക്കോ. പ്രഥമ വേൾഡ് കപ്പ് വേദി, പ്രഥമ വേൾഡ് കപ്പ് മത്സര വേദി ഏത് രാജ്യത്ത് വെച്ചാണ് ആദ്യ വേൾഡ് കപ്പ് നടന്നത്, അല്ലെങ്കിൽ ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? പ്രഥമ വേൾഡ് കപ്പ് വേദി, പ്രഥമ വേൾഡ് കപ്പ് വേദി. യെസ്, ഫൗസിയ തന്നെ ഒന്ന് പറയാമോ? പ്രഥമ വേൾഡ് കപ്പ് നടന്നത് ഏത് രാജ്യത്ത് വെച്ചായിരുന്നു? പ്രഥമ വേൾഡ് കപ്പ് വേദി ചോദ്യചിഹ്നം. യെസ്, പ്രഥമ വേൾഡ് കപ്പ് വേദി എവിടെയാണ്? യെസ്, പറയാമോ? പ്രഥമ വേൾഡ് കപ്പ് വേദി എന്ന് പറയുന്നത് ഉറുഗ്വേ ആയിരുന്നു. ഉറുഗ്വേ. യെസ്, പ്രഥമ വേൾഡ് കപ്പ് വേദി ഉറുഗ്വേ ആയിരുന്നു. പ്രഥമ വേൾഡ് കപ്പ് വേദി ഉറുഗ്വേ. ക്ലിയർ അല്ലേ? ഉറുഗ്വേ. ഉറുഗ്വേ, റുക്സാന ഫാബുലസ്. യെസ്, കറക്റ്റാണ്. ഉറുഗ്വേ ആണ് പ്രഥമ വേൾഡ് കപ്പ് വേദി. തൊട്ട് താഴെ അടുത്ത പോയിന്റ് ഫൈനലിസ്റ്റുകൾ. ആ വേൾഡ് കപ്പിൽ ഫൈനലിൽ കളിച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഫൈനലിസ്റ്റുകൾ ചോദ്യചിഹ്നം. ഫൈനലിസ്റ്റുകൾ ചോദ്യചിഹ്നം. യെസ്, അന്നത്തെ ഫൈനലിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഫൗസി ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അന്നത്തെ ഫൈനലിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു? യെസ്, ഫൈനലിസ്റ്റുകൾ. യെസ്, ഒന്ന് ആദ്യത്വം വഹിച്ച ഉറുഗ്വേ തന്നെയായിരുന്നു. ഉറുഗ്വേക്ക് എതിരെ കളിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് അർജൻറ്റീനയായിരുന്നു എന്ന് ഒന്ന് ഓർത്തു വച്ചേക്കുക. അർജൻറ്റീന. ഓക്കെ, അപ്പോൾ പ്രഥമ ലോകകപ്പ് നടന്ന വർഷം 1930. പ്രഥമ വേൾഡ് കപ്പ് വേദി ഉറുഗ്വേ. ഉറുഗ്വേയിൽ വെച്ച് നടന്ന ആദ്യ വേൾഡ് കപ്പിലെ മത്സരാർത്ഥികൾ അല്ലെങ്കിൽ ഫൈനലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഉറുഗ്വേയും അർജൻറ്റീനയും. കിട്ടുമല്ലോ. സിമ്പിളാണ്. റിപ്പീറ്റ് അടിച്ച് വായിച്ചുകൊണ്ടേയിരിക്കണം, അപ്പോഴും ക്ലിയർ ആവും. തൊട്ട് താഴെ എഴുതിക്കോ വിജയ്. പ്രഥമ വേൾഡ് കപ്പിൻ്റെ വിജയി ആരായിരുന്നു? വിന്നർ ആരായിരുന്നു അല്ലെങ്കിൽ വിജയി ആരായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. പ്രഥമ വേൾഡ് കപ്പിൻ്റെ വിജയി ആരായിരുന്നു? നിങ്ങളൊന്ന് ഗസ് ചെയ്യാമോ? ഉറുഗ്വേ അർജൻറ്റീനയും കളിച്ച കളിയിൽ അന്ന് കപ്പടിച്ചത് ആരാണ്? 1930 കപ്പടിച്ച വ്യക്തി, അല്ലെങ്കിൽ ഇപ്പോൾ കപ്പടിച്ച രാജ്യം ഏതാണ്? ഏത് രാജ്യം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അർജൻറ്റീന. ഫൗസിയ, സിറാജ് ജസ്റ്റ് മിസ്. അർജൻറ്റീന എന്ന് നമുക്ക് തോന്നും, പക്ഷേ കപ്പടിച്ചത് ഉറുഗ്വേ ആയിരുന്നു. ഉറുഗ്വേ. ക്ലിയർ അല്ലേ? യെസ്, അർജൻറ്റീനയൊക്കെ മറന്നേക്കണം. ഓക്കെ, ഉറുഗ്വേ ആയിരുന്നു കപ്പടിച്ച പ്രഥമ വേൾഡ് കപ്പ് വിജയ്. ഉറുഗ്വേ ആയിരുന്നു. ക്ലിയർ തന്നെ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ? യെസ്, ഓക്കെ. സന അജ്മൽ. ഓക്കെ, ഫൗസിയ, സന അജ്മൽ. യെസ്, ഓക്കെയാണ്. അപ്പോൾ പോവാം. അടുത്ത പോയിന്റ് എഴുതിക്കോ. വേൾഡ് കപ്പിൻ്റെ ആദ്യകാല നാമം. അടുത്ത പോയിന്റ്, വേൾഡ് കപ്പിൻ്റെ ആദ്യകാല നാമം. വേൾഡ് കപ്പിൻ്റെ റുക്സാന ഫാബുലസ് വേൾഡ്. കൊള്ളാമല്ലോ. ഓക്കെ, യെസ്, ഓക്കെയാണ്. ആദ്യ വേൾഡ് കപ്പ്, ആ വേൾഡ് കപ്പിൻ്റെ ആദ്യകാല നാമം. വേൾഡ് കപ്പിൻ്റെ ആദ്യകാല നാമം. ഓക്കെ, ഇപ്പോഴാണ് ഫിഫ വേൾഡ് കപ്പ് എന്ന് നമ്മൾ കേട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതിന് ആദ്യകാലം ഇതറിയപ്പെട്ടിരുന്നത് ഈ പേരിലായിരുന്നു. നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുമ്പോൾ നോക്കൂ. യൂൾ റിമേ കപ്പ്, ബ്രാക്കറ്റിൽ 1970 വരെ യൂൾ റിമേ കപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യകാല നാമം, വേൾഡ് കപ്പിൻ്റെ ആദ്യകാല നാമം യൂൾ റിമേ കപ്പ്, ബ്രാക്കറ്റിൽ 1970 വരെ. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെയാണ് കാലക്രമേണ 1970 ശേഷമാണ് ഫിഫ വേൾഡ് കപ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ അല്ലേ? ഫിഫ വേൾഡ് കപ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് 1970 വരെ. 1970 വരെ. മനസ്സിലാവുന്നുണ്ടോ? ഫൗസിയ, സിറാജ്. ഓക്കെയാണ്. സ്പീഡ് കൂടി പോകുന്നെങ്കിലോ കുറഞ്ഞു പോകുന്നെങ്കിലോ ഒന്ന് പറയണം കേട്ടോ. യെസ്, പോകാമല്ലോ. അടുത്ത ചോദ്യം എഴുതിക്കോ. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് കിരീടങ്ങൾ നേടിയിട്ടുള്ള രാജ്യം. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് കിരീടങ്ങൾ നേടിയിട്ടുള്ള രാജ്യം ചോദിച്ചിന്. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് കിരീടങ്ങൾ നേടിയിട്ടുള്ള രാജ്യം ചോദിച്ചിന്. റുക്സാന. യെസ്, എല്ലാവർക്കും അറിയാം. ഉത്തരം ബ്രസീലാണ്. ബ്രസീൽ. യെസ്, കറക്റ്റാണ്. ഉത്തരം ബ്രസീൽ. ബ്രാക്കറ്റിൽ എഴുതണം എത്ര വേൾഡ് കപ്പ് അവരുടെ പേരിലുണ്ട്. അതാണ് ചോദ്യം. എത്ര വേൾഡ് കപ്പ് ഉണ്ട്? 5. യെസ്, ഉത്തരം കറക്റ്റാണ്. യെസ്, അപ്പോൾ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് കിരീടം നേടിയത് ബ്രസീലാണ്. ബ്രസീലിൻ്റെ പേരിലെ കിരീടങ്ങളുടെ എണ്ണം, എത്ര കിരീടങ്ങൾ അവർക്ക് സ്വന്തമാണെന്ന് ചോദിച്ചാൽ 5 നമ്പേഴ്സ്. 5 കിരീടങ്ങൾ അവരുടെ പേരിലാണുള്ളത്. യെസ്, കറക്റ്റാണ്. 5 കിരീടങ്ങൾ അവരുടെ പേരിലാണുള്ളത്. ഓക്കെ അല്ലേ? ലാസ്റ്റ് പോയിൻ്റ് അവിടെ എഴുതി കയറ്റിക്കോ. ലാസ്റ്റ് പോയിൻ്റ് PSC ചോദിച്ചതാണ്. ആധുനിക ഫുട്ബോളിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ചോദിച്ചിന്.
ആധുനിക ഫുട്ബോളിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ചോദ്യചിഹ്നം. ആധുനിക ഫുട്ബോളിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ചോദ്യചിഹ്നം. യെസ്, റുക്സാന, ഫെമി ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ആധുനിക ഫുട്ബോളിൻ്റെ ജന്മദേശം ഫെമി മുസ്തഫ ബ്രസീൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഉത്തരം തെറ്റാണ്. ആധുനിക ഫുട്ബോളിൻ്റെ ജന്മദേശം വേറെ. ആധുനിക ഫുട്ബോളിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? കൂടുതൽ ആളുകളും ഉത്തരം പറഞ്ഞത് ബ്രസീൽ എന്നായിരിക്കും. അർജൻറ്റീന എന്നാണ് ഫെമി മുസ്തഫ മാറ്റി പറഞ്ഞിരിക്കുന്നത്. അതും ഉത്തരം മിസ്റ്റേക്ക് ആകുന്നു. യെസ്, അപ്പോൾ അറിഞ്ഞൂടല്ലോ, കൂടുതൽ സമയം കളയുന്നില്ല. ആധുനിക ഫുട്ബോളിൻ്റെ ജന്മദേശം റുക്സാന ഫാബുലസ് വേൾഡിന് ക്ലൂ വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, ആധുനിക ഫുട്ബോളിൻ്റെ ജന്മദേശം എന്ന് പറയട്ടോ. ക്ലൂ പറയാം. നമ്മുടെ ക്രിക്കറ്റിൻ്റെ ജന്മദേശവും ഇതേ രാജ്യം തന്നെയാണ്. യെസ്, അപ്പോൾ ഇനിയൊന്ന് കമൻറ്റ് ചെയ്യാമോ? ക്രിക്കറ്റിൻ്റെ ജന്മദേശവും ഇതേ, ഇംഗ്ലണ്ടാണ് ഉത്തരം. യെസ്, അപ്പോൾ എഴുതും ഉത്തരം ഇംഗ്ലണ്ടാണ്. ഉത്തരം ഇംഗ്ലണ്ട്. യെസ്, ഉത്തരം ഇംഗ്ലണ്ടാണ്. ഉത്തരം ഇംഗ്ലണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ബ്രസീലാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഉത്തരം ഇംഗ്ലണ്ടാണ് പഠിക്കേണ്ടത്. ആധുനിക ഫുട്ബോളിൻ്റെ ജന്മദേശം, ക്രിക്കറ്റിൻ്റെ ജന്മദേശം എല്ലാം ചോദിച്ചാൽ ഇംഗ്ലണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്, അപ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന ബുക്കിൽ ഒന്ന് ക്ലോസ് ചെയ്തങ്ങ് ഇടണം. അടിയിൽ ഫുള്ള് വരച്ചങ്ങിടണം. ക്ലിയറാണോ? ഇതുവരെ എഴുതിയ പോയിന്റുകളെല്ലാം അടിയിൽ ക്ലോസ് ചെയ്തങ്ങ് നമ്മൾ ഓരോരോ സെക്ഷനായിട്ടാണ് പറയുന്നത്. കൊച്ചു സെക്ഷനായിട്ടാണ് പറയുന്നത്. വിജി പ്രദീപ്, ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് ഒന്ന് നോക്കിക്കോളാം. ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതുവരെ എഴുതിയിട്ടുള്ള പോയിന്റുകളൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കിക്കോളാം കേട്ടോ. യെസ്, നിങ്ങളൊന്ന് പേന ഓടിച്ച് വിട്ടാൽ മതി. സിമ്പിളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫിഫ വേൾഡ് കപ്പിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഫിഫ വേൾഡ് കപ്പിനെ പറ്റി പറയുമ്പോൾ ഫിഫയെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞു. ഫിഫ എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര സംഘടനയാണെന്നാണ് ഞാൻ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു ഫിഫയുടെ പൂർണ്ണരൂപം എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ കേട്ടോ, അതാണ് ഫിഫ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു ഫിഫ സ്ഥാപിതമായ വർഷം. അപ്പോൾ FIFA 4 ലെറ്ററാണുള്ളത്. 1904 മെയ് മാസം 21 ഫിഫ എന്ന് പറയുന്ന സംഘടന സ്ഥാപിതമായത്. സിമ്പിളായിട്ട് കിട്ടും. മെയ് മാസം 21 എന്ന് പറയുന്നത് ദേശീയ ഭീകരവിരുദ്ധ ദിനമാണ്. അത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ ചരമദിനം കൂടെയാണെന്ന് കൂടി അവിടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് GK ആയിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. കിട്ടും. പിന്നെ നമ്മൾ എങ്ങോട്ട് പോയി? യെസ്, അല്ല, റുക്സാന പറഞ്ഞത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ എന്നാണ്. യെസ്, കറക്റ്റാണ്. മെയ് മാസം 1 പത്തനംതിട്ടയിൽ ഇലന്തൂരാണ് ലാലേട്ടൻ ജനിച്ചത്, മോഹൻലാൽ ജനിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അങ്ങനെ PSC ചോദിക്കുമോ മോഹൻലാലിൻ്റെ ജന്മസ്ഥലമെന്ന്? അതുകൊണ്ടാണ് അത് പറയാത്തത് കേട്ടോ. ഓക്കെയാണ്. യെസ്, കറക്റ്റാണ്. യെസ്, ഫൗസിയ സിറ. യെസ്, കറക്റ്റാണ്. ഒരു കാരണവശാലും ചോദിക്കില്ല മോഹൻലാൽ ജനിച്ച എവിടെയാണെന്ന് എന്തായാലും ചോദിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? യെസ്, അപ്പോൾ അതാണ്. നേരെ വന്നു നമ്മൾ ഫിഫയുടെ ആസ്ഥാനത്തെ പറ്റി സംസാരിച്ചു. റുക്സാന ഫാബുലസ് വേൾഡ്. യെസ്, ചിരിക്കുന്നു, സന്തോഷം. യെസ്, അപ്പോൾ ഫിഫയുടെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു. ആസ്ഥാനം എന്ന് പറയുന്നത് സൂറിച്ചാണെന്ന് പറഞ്ഞു. സൂറിച്ച് സ്വിറ്റ്സർലൻഡിലാണ്. ക്ലിയർ അല്ലേ? അവിടെ നമ്മൾ പറഞ്ഞു ഫിഫയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഫിഫയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് റോബർട്ട് ഗുറിൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞു ഫിഫയുടെ നിലവിലൊരു പ്രസിഡന്റ് ഉണ്ട്. പുള്ളിയുടെ പേര് ഗിയാനി ഇൻഫാന്റിനോ ആണെന്ന് പറഞ്ഞു. തുടർച്ചയായ 3-ാം തവണയും ഫിഫയുടെ പ്രസിഡൻ്റായി നിയമിതനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഓർത്തു വെച്ചേക്ക് കേട്ടോ. 2015 മുതൽ ഇങ്ങോട്ട് അദ്ദേഹം തന്നെയാണ്. 2015 മുതൽ 2027 വരെ ഇനി അദ്ദേഹത്തിൻ്റെ കാലയളവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങളവിടെ നിന്ന് ഓർത്തു വെച്ചേക്കുക. ഗിയാനി ഇൻഫാന്റിനോ. അതിൽ നിന്നാണ് നമ്മൾ ഓർത്തെടുത്തത്. സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു ഫുട്ബോൾ മത്സരമുണ്ട്. സന്തോഷ് ട്രോഫിയുടെ പുതിയ പേര് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഫിഫയുടെ പുതിയ പേര് സന്തോഷ് ട്രോഫിയുടെ പുതിയ പേര് ഫിഫ സന്തോഷ് ട്രോഫി എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് കിട്ടുമോ? ഫിഫ സന്തോഷ് ട്രോഫി എന്ന് പുനർനാമകരണം ചെയ്തതിന് ശേഷം 2024 മത്സരം വരാൻ പോവുകയാണ്. ഫിഫ സന്തോഷ് ട്രോഫി കറക്റ്റാണ്. ഫിഫ സന്തോഷ് ട്രോഫി എന്ന പേരിൽ നാമകരണം ചെയ്തിട്ട് മത്സരം വരാൻ വേണ്ടി പോവുകയാണ്. 2024 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണെന്ന് ഞാൻ പറഞ്ഞു. ആ മത്സരത്തിലെ ഫൈനലിലെ വിജയികൾക്ക് സമ്മാനം നൽകാൻ വേണ്ടി ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ മുഖ്യ അതിഥിയായി വരുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഫിഫയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഗിയാനി ഇൻഫാന്റിനോ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു ചരിത്രത്തിലാദ്യമായി ഫിഫ സന്തോഷ് ട്രോഫി രാജ്യത്തിന് ഇന്ത്യക്ക് പുറത്ത് വെച്ചൊരു രാജ്യത്ത് വെച്ച് നടന്നു. അത് സൗദി അറേബ്യയിലെ റിയാദാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ആ ക്വസ്റ്റ്യൻ കേട്ടോ. ചരിത്രത്തിലാദ്യമായി ഫിഫ സന്തോഷ് ട്രോഫി നടക്കുന്ന വിദേശ രാജ്യം സൗദി അറേബ്യയിലെ റിയാദ്. കിട്ടുമല്ലോ. അത്രയും പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഫിഫ സന്തോഷ് ട്രോഫി അല്ലെങ്കിൽ ആദ്യ വേൾഡ് കപ്പ് മത്സരം നടന്ന വർഷം അത് നമ്മൾ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷത്തിലാണെന്ന് പറഞ്ഞു. 1930 പറഞ്ഞു. റുക്സാന ഫാബുലസ്. യെസ്, സന്തോഷം. 1930 നടന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പ്രഥമ വേൾഡ് കപ്പിൻ്റെ വേദി എന്ന് പറഞ്ഞാൽ ഉറുഗ്വേ ആണോ എന്ന് ഞാൻ ഓർത്തെടുത്തു. ഉറുഗ്വേയിൽ വെച്ച് നടന്ന കറക്റ്റാണ്, ഉറുഗ്വേ ആണ്. ഉറുഗ്വേയിൽ ആരൊക്കെയാണ് ഫൈനലിസ്റ്റ് എന്ന് വെച്ചാൽ ഉറുഗ്വേയും അർജൻറ്റീനയായിരുന്നു. അപ്പോൾ ഞാൻ വിജയ് ആരെന്ന് വെച്ചാൽ നിങ്ങൾ അർജൻറ്റീന എന്ന് പറഞ്ഞു. ഞാൻ അതിനെ തിരുത്തി ഞാൻ ഉറുഗ്വേ എന്ന് പറഞ്ഞു. കിട്ടുമല്ലോ. ആദ്യ വേൾഡ് കപ്പ്
കപ്പ് വേദി ഉറുഗ്വേ ആയിരുന്നു. വിജയികളും ഉറുഗ്വേ തന്നെയായിരുന്നു. സിമ്പിളായിട്ട് കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പിൻ്റെ ആദ്യകാലം നാമ യൂൾ റിമേ കപ്പ് 1970 വരെ യൂൾ റിമേ കപ്പ് ഉറുഗ്വേ വേഴ്സസ് അർജൻറ്റീന, ഉറുഗ്വേ 1. യെസ്, കറക്റ്റാണ്. നേരെ വരുന്നു, ഉറുഗ്വേയിൽ വെച്ച് നടന്നു. വേൾഡ് കപ്പിൻ്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് യൂൾ റിമേ കപ്പ് ആണെന്ന് പറഞ്ഞു. 1970 വരെ യൂൾ റിമേ കപ്പ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കാലക്രമേണയാണ് ഫിഫ വേൾഡ് കപ്പ് എന്നായിട്ട് മാറിയത്. പിന്നെ ലാസ്റ്റ് പോയിന്റ് നമ്മൾ ഓർത്തെടുത്തു, ഫിഫ വേൾഡ് കപ്പിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് കിരീടങ്ങൾ നേടിയിട്ടുള്ള രാജ്യം ചോദിച്ചാൽ അത് ബ്രസീലാണ്. ബ്രസീലിൻ്റെ പേരിൽ നിലവിൽ 5 വേൾഡ് കപ്പുകൾ ബ്രസീലിൻ്റെ പേരിലാണ് എന്നുകൂടെയാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ എഴുതിയിരിക്കുന്ന നോട്ടെല്ലാം കറക്റ്റാണോ? കൂടെ നോക്കിയാൽ ഓക്കെ അല്ലേ? സെറ്റാണോ? യെസ്, ഫൗസിയ സിറാജ് ഓക്കെയാണ്. ഓക്കെ, സന്തോഷം. പോകാമല്ലോ, അടുത്ത പോയിന്റിലേക്ക് നമുക്കൊന്ന് പോകാം. യെസ്, എൻ്റെ ചോദ്യം ഇതാണ്, ഈ വേൾഡ് കപ്പ് നടക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? അതാണ് നമ്മുടെ ചോദ്യം. വേൾഡ് കപ്പ് നടക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? വേൾഡ് കപ്പ് ഫൗസിയ സിറാജ് പറയുന്നു 4 വർഷത്തിലൊരിക്കലാണെന്നാണ് പറയുന്നത്. യെസ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, കറക്റ്റാണ്. വേൾഡ് കപ്പ് അറിയാം. ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആയാലും ഫുട്ബോൾ വേൾഡ് കപ്പ്, ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, കോമൺവെൽത്ത്, ഏഷ്യൻ ഗെയിംസ് ഇങ്ങനെ തുടങ്ങിയ മത്സരങ്ങളെല്ലാം നടക്കുന്നത് 4 വർഷത്തിലൊരിക്കലാണ്. കിട്ടുമല്ലോ. എന്നാൽ ഇപ്പോൾ അവസാനം നമ്മൾ 2022 ഒരു ഫിഫ വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ വേദികൾ പറയും. അപ്പോൾ ഇത്തവണത്തെ ലാസ്റ്റ് വേൾഡ് കപ്പ് നടന്നപ്പോൾ ഫിഫയ്ക്ക് മുമ്പാകെ ഒരു നിർദ്ദേശം വന്നത് എല്ലാ വർഷങ്ങളിലും വേൾഡ് കപ്പ് നടത്തണം എന്നാണ് ഒരു നിർദ്ദേശം വന്നത്. പല രാജ്യങ്ങളുടെ സൈഡിൽ നിന്ന് പറഞ്ഞു എല്ലാ വർഷങ്ങളിലും വേൾഡ് കപ്പ് നടത്തണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഫിഫയുടെ പ്രസിഡന്റ് നമ്മുടെ ഗിയാനി ഇൻഫാന്റിനോ പുള്ളിക്കാരൻ അനുമതി നൽകിയില്ല. സംബന്ധിച്ചാൽ ഫുട്ബോളിൻ്റെ പ്രാധാന്യം നശിച്ചു പോകും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. എല്ലാ വർഷങ്ങളിലും കളിയാകുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. 4 വർഷം നമ്മൾ കാത്തിരുന്ന ഒരു മത്സരം വരുമ്പോൾ അതിൻ്റേതായ വില കാണും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വില കളഞ്ഞു കുളിക്കാൻ പുള്ളിക്കാരൻ തയ്യാറല്ല. അതുകൊണ്ട് മത്സരങ്ങൾ 4 വർഷത്തിലൊരിക്കൽ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തൊട്ട് താഴെ നിങ്ങൾ എഴുതേണ്ട പോയിന്റ് ഇങ്ങനെയാണ്. തൊട്ട് താഴെ അടുത്ത സെക്ഷൻ നമ്മൾ പറഞ്ഞു തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. വേദികൾ എന്ന് ഹെഡിങ് കൊടുക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വേദികൾ എന്ന് ഹെഡിങ് കൊടുക്കൂ. വേദികൾ ഓരോ 4 വർഷങ്ങളിൽ എവിടെയൊക്കെ വെച്ച് കളി നടന്നു, ഭാവിയിൽ എവിടെയൊക്കെ വെച്ച് കളി നടക്കും, അതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങട്ടോ. വേദികൾ പറഞ്ഞു തുടങ്ങട്ടോ. യെസ്, എഴുതിക്കോളൂ. നിങ്ങൾ തന്നെ പറയണം. യെസ്, എഴുതൂ. 2014 വേൾഡ് കപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? രാജ്യം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാമോ? 2014 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി. 2014 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി ഏത് രാജ്യമാണെന്ന് പറയാമോ? 2014 വേൾഡ് കപ്പ് ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത്? യെസ്, ഏത് രാജ്യത്ത് പറയാമോ? ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിരുന്ന രാജ്യം. ആവശ്യമുള്ളപ്പോൾ ആരും പറയൂല, അല്ലെങ്കിൽ എപ്പോഴും ബ്രസീൽ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. യെസ്, ആദ്യ വേൾഡ് കപ്പ് 2014 വേൾഡ് കപ്പിൻ്റെ വേദി ബ്രസീലായിരുന്നു. ബ്രസീൽ. ഓക്കെ, 2014 ബ്രസീൽ. സ്വാഭാവികമായിട്ടും 4 വർഷം കഴിഞ്ഞു. 2018 മത്സരങ്ങൾ നടന്നു. 2018 ഫുട്ബോൾ മത്സരങ്ങളുടെ വേദി റഷ്യ. ഓക്കെ, പറഞ്ഞങ്ങ് എഴുതിയാൽ മതി. 14 ബ്രസീൽ. 18 റഷ്യ. മൂന്നാമതൊന്ന് അവസാനമായി മത്സരങ്ങൾ നടന്നത്. ഇതെല്ലാവർക്കും കിട്ടും. യെസ്, ഏതാണ്? ഖത്തർ. അറബ് രാജ്യമാണ് ഖത്തർ. യെസ്, കറക്റ്റാണ്. ഖത്തർ. റുക്സാന ഫാബുലസ് വേൾഡ്. യെസ്, ഖത്തർ എന്ന് ഇംഗ്ലീഷ് എഴുതുന്നത് ഇങ്ങനെയാണ്, QATAR ആണ്. ഓക്കെ, ഖത്തർ. ഓക്കെയാണ്. മലയാളത്തിൽ എഴുതിയിരുന്നാൽ മതി. 2022 ഖത്തറാണ്. സിമ്പിൾ, കിട്ടോ. നേരെ വരുന്നു. 2026 വേദി ഫിഫ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 3 രാജ്യങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. രാജ്യങ്ങൾ ഒന്ന് പരിചയപ്പെടാം. 1 USA അമേരിക്ക, 2 കാനഡ, 3 മെക്സിക്കോ. ഓക്കെ, പഠിച്ചെടുത്തോളാം. 3 രാജ്യങ്ങളിൽ വെച്ച് 2024 വേൾഡ് കപ്പ് മത്സരങ്ങൾ നടക്കും. യെസ്, അത്ര ഒന്ന് വായിക്കാമോ? ആ വേദികളൊന്ന് ക്ലിയർ ആക്കാമോ? എന്നിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ക്ലിയർ അല്ലേ? ഞാൻ 3 തവണ പറഞ്ഞു തരും. നിങ്ങൾ ബുക്ക് നോക്കിക്കോളണം, കൂടെ പഠിച്ചങ്ങ് എടുത്തോളണം. 2014 ഫിഫ വേൾഡ് കപ്പ് ബ്രസീൽ, 2018 റഷ്യ, 2022 ഖത്തർ, 2026 3 രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ. ക്ലിയർ അല്ലേ? ഒരു തവണയായി. രണ്ടാം തവണ 2014 ബ്രസീൽ, 2018 റഷ്യ, 2022 ഖത്തർ, 2026 അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഒന്നുകൂടി. 2014 ബ്രസീൽ, 2018 റഷ്യ, 2022 ഖത്തർ, 2026 അമേരിക്ക, കാനഡ, മെക്സിക്കോ. ക്ലിയർ അല്ലേ? പഠിച്ച ഓക്കെ അല്ലേ? സെറ്റാണെങ്കിൽ സെറ്റ് എന്ന് പറയൂ. ഓക്കേനെ?
ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം സന്തോഷം. യെസ്, പോകാം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട പോയിന്റ് ഇതാണ്. 2026 എഴുതി എത്തിയല്ലോ, അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഇതിൻ്റെ സബ് പോയിൻ്റായിട്ട് ഒരു പോയിന്റ് എഴുതിയിട്ടോളണം. ഈ 2026 സബ് പോയിന്റ് ഒരു ആരോ മാർക്കോ ഒരു ഡോട്ടോ ഇട്ടിട്ട് പറയുമ്പോൾ എഴുതി വെച്ചോളണം. 2026 ഫിഫ വേൾഡ് കപ്പിലേക്കുള്ള, അല്ലെങ്കിൽ 2026 വേൾഡ് കപ്പിനായുള്ള, അങ്ങനെ എഴുതിക്കോ. 2026 വേൾഡ് കപ്പിനായുള്ള 2026 വേൾഡ് കപ്പിനായുള്ള 2026 വേൾഡ് കപ്പിനായുള്ള ഫിഫയുടെ ക്യാമ്പയിനിൻ്റെ പേര്. ഫിഫയുടെ ക്യാമ്പയിൻ്റെ പേര്. ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുമ്പോൾ പ്രചാരണ പരിപാടിയാണ് കേട്ടോ. ഓക്കെ, 2026 മത്സരങ്ങൾ നടക്കും. അപ്പോൾ മത്സരങ്ങളെ പറ്റിയൊക്കെ എല്ലാ ലോകരാജ്യങ്ങളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണ പരിപാടിയാണ് നമ്മൾ ക്യാമ്പയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2026 വേൾഡ് കപ്പിനായുള്ള ഫിഫയുടെ ക്യാമ്പയിൻ്റെ പേര് പുതിയ പ്രഖ്യാപനമാണ്. അപ്പോൾ അത് നിങ്ങൾ അതും കൂടെ പഠിച്ചു വെച്ചേക്കണം. 2026 വേൾഡ് കപ്പിനുള്ള ഫിഫയുടെ ക്യാമ്പയിൻ്റെ പേര് VR26, ഞങ്ങൾ 26. മനസ്സിലാവുന്നുണ്ടോ? യെസ്, അപ്പോൾ എഴുതിയെടുക്കൂ. VR26 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 VR26. മനസ്സിലാവുന്നുണ്ടോ? എഴുതിയെത്തിയ 18, 14, 18, 22, 26. ഓക്കെ, ഫൗസിയ സിറാജ്. യെസ്, കറക്റ്റാണ്. ഓക്കെ, യെസ്. നേരെ നമ്മൾ പോകുന്നു. വീണ്ടും 4 വർഷം കഴിഞ്ഞു, അടുത്ത വേദി വന്നിട്ടുണ്ട്. 2030 ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ വേദി വന്നു കഴിഞ്ഞു. ഓക്കെ ആണോ? അതും ഇതേപോലെ 26 പോലെ തന്നെ അതും 3 രാജ്യങ്ങൾ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ആ 3 രാജ്യങ്ങൾ ഒന്ന് പഠിക്കൂ. മൊറോക്കോ. ഓക്കെ, മൊറോക്കോ, സ്പെയിൻ. ഓക്കെ, മൂന്നാമത്തെ രാജ്യം പോർച്ചുഗൽ. മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ എന്ന് പറയുന്ന 3 രാജ്യങ്ങൾ വെച്ച് 2030 നടക്കും. അവസാനമായിട്ട് 2 ആഴ്ച മുമ്പ് 2034 വേദിയും ഫിഫ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2034 വേദി സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയാണ് എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കാം. യെസ്, അപ്പോൾ ഇതൊരു ലിസ്റ്റ് പോലെ വേദികളൊന്ന് എഴുതിയിട്ടൊന്ന് വായിക്കൂ. 2 മിനിറ്റ് ലിസ്റ്റ് പോലെ എഴുതിയിട്ടൊന്ന് വായിക്കാമോ? ലിസ്റ്റ് പോലെ എഴുതിയിട്ടൊന്ന് വായിക്കൂ. സംഭവങ്ങളെല്ലാം 14, 18, 22, 26, 30, 34 എഴുതിയെത്തിയ സ്പീഡ് കൂടി പോകുന്ന. ഓക്കെ അല്ലേ? ഓക്കെ, റുക്സാന ഓക്കെ, ബിജി, പ്രദീപ് ഓക്കെ. യെസ്, സന്തോഷം. യെസ്, അപ്പോൾ നമുക്ക് പറയാം, വേദികളൊന്ന് ഒരുമിച്ച് പറയാൻ ശ്രമിക്കാം. പഴയ പോലെ 3 തവണ മൊത്തം ഫുൾ വേദികൾ അഡീഷണൽ VR26 ഉൾപ്പെടെയുള്ള പോയിന്റുകളാണ് 3 തവണ. സ്പീഡ് കൂടുന്നില്ല. കൂട്ടണോ? സ്പീഡ് കൂട്ടണമെന്നാണ് പറയുന്നത്. പോരെ, ഈ ഒരു മീഡിയം ലെവലിലങ്ങ് പോയാൽ പോരെ, അപ്പോഴേ എഴുതിയെത്തൂ. സ്പീഡ് ഓക്കെയാണ്. യെസ്, എഴുതിയെത്തുന്നുണ്ടല്ലോ, സന്തോഷം. നിങ്ങൾ സ്പീഡ് കൂടി പോകുന്നു, പറയുന്ന ക്ലിയർ ആവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. യെസ്, ഒന്ന് മെസ്സേജ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അതനുസരിച്ച് പരിഗണിച്ചോളാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ആ വേദികളെന്ന് പറയാം. നിങ്ങൾ നേരെ ഫ്രീ ആയിട്ടിരുന്ന് ആ പേന വെച്ച് ആ ബുക്കിലൂടെ ഒന്ന് വിരൽ ഓടിച്ചുകൊണ്ടിരുന്നാൽ മതി. യെസ്, ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ 14 വേദി. 14 യെസ്, 14 വേദി ബ്രസീൽ, 18 റഷ്യ, 22 ഖത്തർ, 26 എന്ന് പറയുന്നത് ഇവിടെ 3 രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ. അവിടെ നമ്മൾ അഡീഷണൽ ഒരു പോയിന്റ് പഠിച്ചു വെച്ചിട്ടുണ്ട്. 2026 ഖത്തർ വേൾഡ് കപ്പ് അല്ലെങ്കിൽ വേൾഡ് കപ്പിനായുള്ള ഫിഫയുടെ ക്യാമ്പയിൻ്റെ പേര്, പ്രചാരണ പരിപാടിയുടെ പേര് VR26. 2030 വന്നിട്ടുണ്ട് 3 രാജ്യങ്ങൾ മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ. അവസാനം വന്നിട്ട് 2034 സൗദി അറേബ്യ. കിട്ടുമല്ലോ ഒരു തവണ. 2ാം തവണ 2014 ബ്രസീൽ, 2018 റഷ്യ, 2022 ഖത്തർ, 2026 അമേരിക്ക, കാനഡ, മെക്സിക്കോ, 2030 മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ, 34 സൗദി അറേബ്യ. ക്ലിയർ? ലാസ്റ്റ് തവണ തിരിച്ചു പറയുകയാണ്. 2034 സൗദി അറേബ്യ, 2030 മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ, 2026 അമേരിക്ക, കാനഡ, മെക്സിക്കോ, 2022 ഖത്തർ, 2018 റഷ്യ, 2014 ബ്രസീൽ. ക്ലിയർ അല്ലേ? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. ഓക്കെ ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് എങ്ങനെ ചോദിച്ചാലും പറയണം. ഓക്കെ, സന്തോഷം. യെസ്, ഓക്കെ തന്നെ. അപ്പോൾ പഴയ പോലെ അത്രയും സംഭവങ്ങൾ ഒന്ന് ക്ലോസ് ചെയ്തങ്ങ് ഇടണം. അടിയിൽ നീട്ടി അങ്ങ് വരയ്ക്കും. ഓക്കെ, ബുക്കിൻ്റെ അങ്ങേറ്റം ഇങ്ങേറ്റം നീട്ടി ഒരു ലൈനിൽ ക്രോസ് ചെയ്ത് വെക്കണം. കൊച്ചു സെക്ഷനായിട്ട് എടുത്തങ്ങ് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ബേസ് കാര്യങ്ങളെല്ലാം പഠിച്ചു. 2ാമത് വേദികൾ അടുത്ത സെക്ഷനായിട്ട് പഠിച്ചു. അപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്തൊന്ന് ഇട്ടേക്കാം. യെസ്,
ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു ഹെഡിങ് കൊടുക്കണം. ജസ്റ്റ് ആ ബാക്കിലോട്ടുള്ള വർഷങ്ങളുടെ വിജയികളെ മാത്രം നമ്മളൊന്ന് പറഞ്ഞു പോകും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതി കയറ്റിക്കൊള്ളണം. തൊട്ട് താഴെ ഇങ്ങനെ ഹെഡിങ് കൊടുക്കണം. 2014 ഫിഫ വേൾഡ് കപ്പ് എന്ന് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കൂ. 2014 ഫിഫ വേൾഡ് കപ്പ്. 2014 ഫിഫ വേൾഡ് കപ്പ് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകൾ തന്നെയാണ്. യെസ്. നോക്കൂ, വേദി 2014 ഫിഫ വേൾഡ് കപ്പ് നമ്മൾ നേരത്തെ വേദി പറഞ്ഞത് തന്നെയാണ്. വേദി എന്ന് എഴുതിക്കൊള്ളണം. വേദി ബ്രസീലായിരുന്നു. യെസ്. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് അവിടുത്തെ ഫൈനലിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അവിടുത്തെ ഫൈനലിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു ചോദിച്ചാൽ അവിടെ നിങ്ങൾ പഠിക്കണം അത് ജർമ്മനിയും അർജൻറ്റീനയും ആയിരുന്നു എന്ന് ഒന്ന് പഠിക്കണം. ജർമ്മനി അർജൻറ്റീന കിട്ടോ? യെസ്. അപ്പോൾ തൊട്ട് താഴേക്കോ വിജയ്. ഇതിലെ വിന്നർ ആരായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യാമോ? 2014 ജർമ്മനിയും അർജൻറ്റീനയും കളിച്ചപ്പോൾ കപ്പടിച്ചത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. യെസ്. കപ്പടിച്ചത് ആര്? യെസ്, വിജയ്. മൂന്നാമത്തെ പോയിന്റ് വിജയ് അല്ലെങ്കിൽ വിന്നർ. യെസ്, വിന്നർ. കപ്പടിച്ച ആരാണ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഫൗസിയ ഫെമി മുസ്തഫ പറയുന്നത് ജർമ്മനിയാണെന്ന്. യെസ്, ഉത്തരം ജർമ്മനി തന്നെയാണ്. യെസ്, വിജയ് ജർമ്മനിയാണ് കപ്പടിച്ചത്. ബ്രാക്കറ്റിൽ എഴുതണം ജർമ്മനിയുടെ എത്രാമത് വേൾഡ് കപ്പ് കിരീടമായിരുന്നു അത്. ഫെമി ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ജർമ്മനി ആ കപ്പ് വിജയിച്ചപ്പോൾ, ആ വേൾഡ് കപ്പ് എടുത്തപ്പോൾ ജർമ്മനിയുടെ പേരിൽ എത്ര വേൾഡ് കപ്പ് കിരീടങ്ങളായി? അതാണ് ചോദ്യം. യെസ്, എത്ര വേൾഡ് കപ്പ് കിരീടങ്ങളായി? യെസ്, ജർമ്മനിയുടെ ബ്രാക്കറ്റ് എഴുതിക്കോ. ഫെമി മുസ്തഫ പറയുന്നു 2 എന്നാണ് പറയുന്നത്. ഉത്തരം തെറ്റാണ്. ജർമ്മനിയുടെ 4ാമത് കിരീടം. യെസ്, ജർമ്മനിയുടെ 4ാമത് കിരീടമായിരുന്നു അത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോൾ അതവിടെ കഴിഞ്ഞു. അത് നോക്കൂ, പഴയ പോലെ അടിയിൽ ക്ലോസ് ചെയ്ത് നീട്ടി വരച്ചം കിടണം. എവിടെ നിന്ന് ചോദിച്ചാലും കിട്ടണം. 2014 ക്ലിയർ ആണോ? ഓക്കെ, എഴുതിയെത്തിയ 2014 സംഭവിച്ച കേസ്. യെസ്, വിജി, പ്രദീപ്, ഫൗസിയ, സിറാജ്. ഓക്കെ, റജി. യെസ്, സന്തോഷം. ഓക്കെ, ഇതേപോലെ ഞാൻ തരുന്ന അതേ ഓർഡറിലങ്ങ് പഠിച്ചങ്ങ് എടുത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. യെസ്, സിമ്പിളാണ്. അടുത്ത നോക്കൂ. അടുത്ത ഇതേപോലെ ഒന്ന് ഹെഡിങ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. 2018 വിജയികളെ മാത്രമേ നമ്മൾ പറയുള്ളൂ. 2018 ഫിഫ വേൾഡ് കപ്പ് ഹെഡിങ് കൊടുത്തിട്ട് ഫസ്റ്റ് പോയിന്റ് പഴയ പോലെ തന്നെ വേദി എന്ന് പറഞ്ഞാൽ റഷ്യ ആയിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് തന്നെയാണ്. ഫൈനലിസ്റ്റുകൾ, അവിടുത്തെ ഫൈനലിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു ചോദിച്ചാൽ യെസ്, അവിടെ ഫൈനലിസ്റ്റുകൾ ഫ്രാൻസും ക്രൊയേഷ്യയുമായിരുന്നു. ഫ്രാൻസ് ക്രൊയേഷ്യ കിട്ടോ? ഇനി നിങ്ങൾക്കുള്ള അവസരമാണ്. ഇതിലെ വിജയി ആരായിരുന്നു? 2018 വിന്നർ. യെസ്, 2018 വിന്നർ ഫൗസിയ. സിറാജ് പറയുന്നു ഫ്രാൻസ് ആണെന്നാണ് പറയുന്നത്. ഫെമി പറയുന്നു ഫ്രാൻസ് ആണെന്ന് പറയുന്നു. ഫ്രാൻസ് ക്രൊയേഷ്യ. യെസ്, ആൻസർ കറക്റ്റാണ്. വിന്നർ അല്ലെങ്കിൽ വിജയ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് തന്നെയായിരുന്നു. ഫ്രാൻസിൻ്റെ എത്രാമത് കിരീടമായിരുന്നു? കമൻറ്റ് ചെയ്യാമോ? അത് ഫ്രാൻസിൻ്റെ എത്രാമത് കിരീടമായിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? എത്രാമത് കിരീടം? ഫൗസി സിറാജ് പറഞ്ഞു ആദ്യ കിരീടമാണെന്നാണ് പറയുന്നത്. ഉത്തരം മിസ്റ്റേക്കാണ്. ഫ്രാൻസ് ഇതിനു മുമ്പ് 1998 കിരീടം നേടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം 2018 നേടുന്നത്. അപ്പോൾ എത്രാമത് കിരീടം? 2ാമത് കിരീടമാണ്. യെസ്, അപ്പോൾ ബ്രാക്കറ്റിൽ 2ാമത് കിരീടം. ഓക്കെ, ഫ്രാൻസിൻ്റെ പേരിൽ 2 വേൾഡ് കപ്പുകളാണ് നിലവിലുള്ളത് കേട്ടോ. 1998, 2018 അങ്ങനെ 2 കിരീടങ്ങൾ ഫ്രാൻസിൻ്റെ പേരിലാണ്. ഓക്കെ, ബ്രാക്കറ്റിൽ 2 കിരീടങ്ങൾ ഫ്രാൻസിൻ്റെ പേരിലാണ്. ഓക്കെ തന്നെയല്ലോ? യെസ്. അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു അഡീഷണൽ 2 പോയിൻറ്റും കൂടെ ഉണ്ട്. ആ വർഷത്തിൻ്റെ പ്രത്യേകത അത് PSC ചോദിച്ചതുമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോ. അവിടെ തൊട്ട് താഴെ എഴുതേണ്ട പോയിൻറ്റ് ഭാഗ്യചിഹ്നം എന്ന് നമ്മൾ പറയും. എല്ലാ വേൾഡ് കപ്പിനും ഓരോ ഭാഗ്യചിഹ്നങ്ങൾ രൂപകൽപ്പന ചെയ്യാറുണ്ട്. ഭാഗ്യചിഹ്നം 2018 റഷ്യയിൽ വെച്ച് കിടന്ന വേൾഡ് കപ്പിൻ്റെ ഭാഗ്യചിഹ്നം PSC ചോദിച്ചതാണ്. അതൊന്ന് എഴുതി വെച്ചോളണം. യെസ്, അത് സാബി വാക്ക എന്ന സൈബീരിയൻ ചെന്നായ ആയിരുന്നു. സാബി വാക്ക എന്ന സൈബീരിയൻ ചെന്നായായിരുന്നു. നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. സാബി വാക്ക വേൾഡ് കപ്പ് എന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കി തന്നെ കാണാൻ സാധിക്കും കേട്ടോ. സാബി വാക്ക എന്ന സൈബീരിയൻ ചെന്നായായിരുന്നു എന്ന് അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കാം.
ഓക്കെ, റുക്സാന ഫാബുലസ്, സന്തോഷം. യെസ്, ഓക്കെ. അപ്പോൾ അത് സൈബീരിയൻ ചെന്നൈയാണ്, സാബി വാക്ക. ലാസ്റ്റ് പോയിന്റ് ഒന്നും കൂടെ എഴുതി വെച്ചോ, ഔദ്യോഗിക പന്ത്, അന്ന് ഉപയോഗിച്ച ഔദ്യോഗിക പന്ത്. ഈ 2 ക്വസ്റ്റ്യനും ചോദിച്ചതാണ് കേട്ടോ. ഒഫീഷ്യൽ ബോൾ എന്ന് നമ്മൾ പറയാം. അന്ന് ഉപയോഗിച്ച ഫുട്ബോളിൽ ഉപയോഗിച്ച പന്ത് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ, അപ്പോൾ അതും കൂടെ നിങ്ങൾ അവിടെ നിന്ന് പഠിക്കണം. അത് ടെൽസ്റ്റാർ എന്ന് പറയുന്ന പന്തായിരുന്നു. ടെൽസ്റ്റാർ 18. ഓക്കെ, അറിയാമല്ലോ, ഫുട്ബോളിലേക്ക് ഉപയോഗിക്കുന്ന പന്തിനൊരു പേര് കൊടുത്തിരുന്നു, ടെൽസ്റ്റാർ 18. 2018 നടന്നുകൊണ്ട് 18 കൂടെ ചേർത്താണ് പറയുന്നത്. ടെൽസ്റ്റാർ 18 എന്നായിരുന്നു ഔദ്യോഗിക പന്ത്. ഇത്ര പോയിന്റ് നിങ്ങൾ അവിടെ നിന്ന് പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ക്ലോസ് ചെയ്യൂ, പഴയ പോലെ അടിയിൽ നീട്ടി വരച്ച് ക്ലോസ് ചെയ്ത് കിടണം. യെസ്, ഇത് 2 മിനിറ്റ് ഒന്ന് വായിക്കൂ സംഭവങ്ങൾ. ഓക്കെ ആണോ? നിങ്ങൾ ആ വേദിയൊക്കെ വിട്ടിട്ട് അവസാനം പറഞ്ഞ 2 വർഷങ്ങൾ മാത്രം ഒന്ന് പഠിച്ചാൽ മതി. 14, 18 നടന്ന കേസുകൾ എന്താണെന്ന് മാത്രം ആ രാജ്യങ്ങളൊന്ന് ക്ലിയർ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടി പോകുന്ന ഇല്ലല്ലോ. വിജി പ്രദീപ്, ഓക്കെ, സന്തോഷം. അവസാനം ഇല്ല, ഓക്കെ, പ്രദീപ് ഇല്ല. ഫൗസി സ്വരാജ്, ഓക്കെ, സന്തോഷം. യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കും, നോട്ട്ബുക്കിലേക്ക് ശ്രദ്ധിച്ചോ. എഴുതിയിരിക്കുന്ന നോട്ടൊക്കെ ഒന്ന് ക്ലിയർ ആണോ, കറക്റ്റ് ആണോ, ഓർഡറിലാണോ എഴുതിയിരിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. ഞാനൊന്നും കൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം, തെറ്റെഴുതി എടുക്കരുത്. യെസ്, ഓക്കെ. അപ്പോൾ രണ്ടാമത് നമ്മൾ പറഞ്ഞു തുടങ്ങിയ സെക്ഷൻ ഇതായിരുന്നു. 2014 വേൾഡ് കപ്പ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ തൊട്ട് താഴെ വേദി ഒന്ന് പരിചയപ്പെട്ടു. അത് ബ്രസീലാണ് നടന്നത്. അന്ന് 2014 ഫൈനലിസ്റ്റുകൾ, ഫൈനലിൽ കളിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജർമ്മനിയും അർജൻറ്റീനയായിരുന്നു. 2014 വിജയം എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണെന്ന് പറഞ്ഞു, കിട്ടോ. പിന്നെ ഞാൻ ജർമ്മനിയുടെ ബ്രാക്കറ്റിൽ പറഞ്ഞു തന്നു, ജർമ്മനിയുടെ 4ാമത് കിരീടമാണ് ആ കളി ജയിച്ചതോടുകൂടി അവർക്ക് കിട്ടിയത് എന്നുകൂടി ഞാൻ പറഞ്ഞു. അതോടുകൂടി 2014 നമ്മൾ മാറ്റിവെച്ചു. നേരെ നമ്മൾ 2018 ഫിഫ വേൾഡ് കപ്പ് എന്ന് ഹെഡിങ് കൊടുത്തു. അതിൻ്റെ വേദിയും പരിചയപ്പെട്ടു. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്, വേദി റഷ്യ ആയിരുന്നു. അവിടുത്തെ ഫൈനലിസ്റ്റുകൾ എന്ന് പറഞ്ഞ 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസും ക്രൊയേഷ്യയുമായിരുന്നു. അവിടെ നിങ്ങൾ തന്നെ പറഞ്ഞു, അവിടെ കപ്പടിച്ചത് അല്ലെങ്കിൽ കിരീടം നേടിയത് ഫ്രാൻസാണ്. ഫ്രാൻസിൻ്റെ എത്രാമത് കിരീടമായിരുന്നു എന്ന് ചോദിച്ചാൽ ഫ്രാൻസിൻ്റെ 2ാമത് കിരീട നേട്ടമായിരുന്നു 2018 സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രാൻസ് ഇതിനു മുമ്പ് 1998 കിരീടം നേടിയിട്ടുണ്ട് എന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അവിടെ നിന്ന് ആ ഒരു വർഷത്താണ് ഞാൻ അഡീഷണൽ 2 പോയിന്റുകൾ പറഞ്ഞത്. 2018 റഷ്യയുടെ ഭാഗ്യചിഹ്നവും ഔദ്യോഗിക പന്തും ആണ് പരിചയപ്പെടുത്തിയത്. ഭാഗ്യചിഹ്നം അല്ലെങ്കിൽ മാസ്കോട്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് അത് സാബി വാക്ക എന്ന സൈബീരിയൻ ചെന്നായയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഔദ്യോഗിക പന്ത് എന്ന് പറയുന്നത് ടെൽസ്റ്റാർ 18 അല്ലെങ്കിൽ ടെൽസ്റ്റാർ 18 എന്ന് പറഞ്ഞ പന്താണ് ഉപയോഗിച്ചത്. പന്ത് നിർമ്മിച്ച് നൽകുന്ന സ്പോർട്സ് ബ്രാൻഡ് നമ്മുടെ അഡിഡാസ് തന്നെയാണ് പന്ത് നിർമ്മിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് തുടർന്നുള്ള പോയിന്റുകളിൽ പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആണോ എങ്കിൽ ഒന്ന് പറയാമോ? സെറ്റ് എന്ന് പറയാമോ? ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ക്ലിയർ ആണെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിറ്റി കുഴപ്പമോ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയൂ. സിമ്പിളാണ്, തരുന്ന അതേ ഓർഡറിൽ നിങ്ങളങ്ങ് പഠിച്ചാൽ മതി. യെസ്, അപ്പോൾ ക്ലോസ് ചെയ്തല്ലോ. യെസ്, അപ്പോൾ ആ സെക്ഷൻ കൂടെ ക്ലോസ് ചെയ്തിട്ടോളാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇരിക്കുക, കൂടെ പഠിച്ചങ്ങ് എടുക്കുക. ഓക്കെ എന്നല്ലോ? യെസ്, അപ്പോൾ ഹെഡിങ് കൊടുത്തോ. ഇവിടെ മുതലാണ് വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ. 2022 ഫിഫ വേൾഡ് കപ്പ്, 2022 ഫിഫ വേൾഡ് കപ്പ് എന്ന് ഹെഡിങ് കൊടുക്കണം. യെസ്, 2022 ഫിഫ വേൾഡ് കപ്പ് എന്ന് ഹെഡിങ് കൊടുക്കണം. ഓക്കെ, കൊടുത്തല്ലോ. ഏറ്റവും പുതിയത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം പോയിൻറ്റുകൾ നമ്മൾ പറയും. ഓക്കെ, പറയട്ടോ, പറഞ്ഞു കൊടുക്കട്ടോ. 2022 നടന്ന മത്സരങ്ങളുടെ പോയിൻറ്റുകൾ. യെസ്, അപ്പോൾ എഴുതൂ. ഒന്നാമത്തെ പോയിന്റ് ഞാനൊന്ന് ചോദിക്കാം, നിങ്ങൾ കിട്ടുമോ നോക്കൂ. എൻ്റെ ചോദ്യം ഇതാണ്: 2022 നടന്നത് എത്രാമത് വേൾഡ് കപ്പ് മത്സരമാണ്? ഫിഫയുടെ എത്രാമത് മത്സരമാണ്? ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ 2022 നടന്നത് എത്രാമത് വേൾഡ് കപ്പാണ്? അതായത് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് എത്രാമത് വേൾഡ് കപ്പ്. കമൻറ്റ് ചെയ്യാമോ? 2022 നടന്നത് എത്രാമത് വേൾഡ് കപ്പ്? അതാണ് ഫസ്റ്റ് പോയിന്റ്, 22ാമത് വേൾഡ് കപ്പ്. യെസ്, അപ്പോൾ എഴുതൂ 22ാമത് വേൾഡ് കപ്പ്, 22ാമത് വേൾഡ് കപ്പ്. കിട്ടുമല്ലോ? യെസ്, രണ്ടാമത്തെ പോയിന്റ് നമ്പറിട്ട് പോകണം. രണ്ടാമത്തെ പോയിന്റ് വേദി 2 കുത്ത്. വേദി 2 കുത്ത് ഏത് രാജ്യത്ത് വെച്ചാണ് ഈ കളി നടന്നത്? യെസ്, നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഖത്തർ. യെസ്, ഖത്തർ അല്ല, ഖത്തർ. യെസ്, ഖത്തറിൽ വെച്ചാണ് കളി നടന്നത്. കിട്ടുമല്ലോ? യെസ്, മൂന്നാമത്തെ പോയിന്റ് എഴുതിക്കോ. ഏഷ്യയിൽ വെച്ച് നടക്കുന്ന, മൂന്നാമത്തെ ചോദ്യം, ഏഷ്യയിൽ വെച്ച് നടക്കുന്ന
അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഖത്തർ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ രാജ്യം കൂടെയാണ് കേട്ടോ. യെസ്, അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യമാണ് ഏഷ്യയിൽ വെച്ച് നടക്കുന്ന ഏഷ്യയിൽ വെച്ച് നടക്കുന്ന എത്രാമത് വേൾഡ് കപ്പാണ് ഖത്തറിൽ നടന്നതെന്ന് ചോദിച്ചാൽ ഏഷ്യയിൽ വെച്ച് നടക്കുന്ന എത്രാമത് വേൾഡ് കപ്പ് എന്ന് ചോദിച്ചാൽ ഏഷ്യയിൽ വെച്ച് നടക്കുന്ന 2ാമത് വേൾഡ് കപ്പ്. യെസ്, അതാണ് പോയിന്റ്. ഏഷ്യയിൽ വെച്ച് നടക്കുന്ന 2ാമത് വേൾഡ് കപ്പ്. സെക്കൻഡ്, ആ 2ാമതിൻ്റെ അടിയിലൊന്ന് വരച്ചോളണം കേട്ടോ. ഏഷ്യയിൽ വെച്ച് നടക്കുന്ന 2ാമത് വേൾഡ് കപ്പ്. ഏഷ്യയിൽ വെച്ച് നടക്കുന്ന 2ാമത് വേൾഡ് കപ്പ്. യെസ്, അതാണ് ഖത്തറിൽ വെച്ച് നടന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സബ് പോയിൻ്റായിട്ട് എഴുതിക്കൊള്ളണം. വേൾഡ് കപ്പിന് ഏഷ്യ ആദ്യം വേദിയായത്. ഓക്കെ, 2ാമത് ഖത്തറാണെന്ന് പറഞ്ഞു. റുക്സാന പറഞ്ഞു ഇന്തോനേഷ്യയിൽ വെച്ചാണെന്നാണ് പറയുന്നത്. തെറ്റാണ്. വേൾഡ് കപ്പിന് ആദ്യം ഏഷ്യ വേദിയായത് ചോദിച്ചിന്. 2ാമത്തെ സബ് പോയിന്റ്, വേൾഡ് കപ്പിന് ഏഷ്യ ആദ്യം വേദിയായത് ചോദിച്ചിന്. യെസ്, അത് 2002 ഏഷ്യ ഇതിനു മുമ്പ് വേൾഡ് കപ്പിന് വേദിയായത്. ബ്രാക്കറ്റിൽ രാജ്യം പഠിച്ചു വെക്കണം. അത് 2 രാജ്യങ്ങളിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് വെച്ചാൽ, ഒന്ന് സൗത്ത് കൊറിയ, ഇന്തോനേഷ്യ അല്ല കേട്ടോ, സൗത്ത് കൊറിയ, ജപ്പാൻ ഇതിങ്ങനെ 2 രാജ്യങ്ങൾ വെച്ചാണ്. ഓക്കെ സാർ, സന്തോഷം റുക്സാന, സന്തോഷം. അപ്പോൾ ഇത് കേട്ട് പഠിച്ചോളണം കേട്ടോ, തെറ്റ് പഠിച്ചു വയ്ക്കരുത്. ഓക്കെ, ഏഷ്യ വേദിയാവുന്നത് 2002 പറഞ്ഞു. 2002 സൗത്ത് കൊറിയയിലും ജപ്പാനും വെച്ചാണ് മത്സരങ്ങൾ നടന്നത്. ക്ലിയർ തന്നെ പറഞ്ഞ പോയിന്റുകൾ. ഓക്കെ, ഇന്തോനേഷ്യയൊന്നുമല്ല, സൗത്ത് കൊറിയ, ജപ്പാൻ തുടങ്ങിയ 2 ഏഷ്യൻ രാജ്യങ്ങളിൽ വെച്ചാണ് മത്സരങ്ങൾ നടന്നത്. ആദ്യം നടന്നത് 2ാമത് ഖത്തറിൽ വെച്ചാണ് നടന്നത്. ക്ലിയർ അല്ലേ? യെസ്, പോകാം. തൊട്ട് താഴെ 4ാമത്തെ പോയിൻ്റായിട്ട് എഴുതൂ. 4ാമത്തെ പോയിൻ്റ്, വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഫിഫ വേൾഡ് കപ്പ് തന്നെയാണ്. യെസ്, വേൾഡ് കപ്പ് ചരിത്രത്തിൽ മാക്സിമം ചുരുക്കി എഴുതിയാൽ മതി. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന, ആതിഥേയത്വം എന്നൊക്കെ എഴുതാൻ അറിയാമോ? വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഖത്തർ. ആതിഥേയത്വം വഹിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം, ആൻസർ ഖത്തർ തന്നെയാണ്. അപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള 1930 മുതൽ മത്സരം നടന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതുവരെയുള്ള ചരിത്രത്തിൽ വേൾഡ് കപ്പ് പല രാജ്യങ്ങളിൽ വെച്ച് നടന്നിട്ടുണ്ടെങ്കിലും ചരിത്രത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്ത് വെച്ച് നടന്നത് ഖത്തറിലായിരുന്നു. അതാണ് ഏറ്റവും വലിയ അടുത്ത പ്രത്യേകത. കിട്ടോ, വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം, ആൻസർ ഖത്തർ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? എഴുതിയെത്തിയ ഫൗസിയ സിറാജ് ഖത്തറാണ്. ഓക്കെ എന്നല്ലോ? യെസ്, പോകാം. അടുത്ത പോയിന്റിലേക്ക് പോകാം. 5ാമത്തെ പോയിന്റ്. അടുത്ത പോയിന്റ് 5ഓ 6ഓ നിങ്ങൾ നമ്പർ അനുസരിച്ച് ഇട്ടോളണം. അടുത്ത പോയിന്റ് 5ാമത്തെ പോയിന്റ് എഴുതിക്കോ. അടുത്ത പോയിന്റ്, അറബ് ലോകത്ത് വെച്ച് നടക്കുന്ന ആദ്യ വേൾഡ് കപ്പ്. ഖത്തർ എന്ന് പറയുന്ന അറബ് രാജ്യമാണ്, അറിയാമല്ലോ. അപ്പോൾ അറബ് ലോകത്ത് വെച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ അറബ് രാജ്യത്ത് വെച്ച് കിടക്കുന്ന ആദ്യ വേൾഡ് കപ്പ്. യെസ്, എഴുതിയെത്തിയ അറബ് രാജ്യത്ത് അല്ലെങ്കിൽ അറബ് ലോകത്ത് വെച്ച് നടക്കുന്ന ആദ്യ വേൾഡ് കപ്പ്. ഫൗസിയ സിറാജ്. യെസ്, ഓക്കെ എന്നല്ലോ? സിമ്പിളാണ് പോയിന്റ് കേട്ടോ. നിങ്ങൾ സമാധാനത്തിൽ വായിച്ചാൽ മതി. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു വരാം. കൂടെ പഠിച്ചെടുത്താൽ മതി, പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് പിന്നെ വായിക്കുന്ന ആവശ്യമില്ല. യെസ്, അപ്പോൾ 2022 നടന്നത് 22ാമത് വേൾഡ് കപ്പാണ്. വേദി എന്ന് പറഞ്ഞാൽ ഖത്തറാണ്. പിന്നെ ഖത്തറിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിച്ചു തുടങ്ങിയത്. ഖത്തർ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ രാജ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തെടുത്തു ഏഷ്യയിൽ വെച്ച് നടക്കുന്ന എത്രാമത് വേൾഡ് കപ്പാണെന്ന് വെച്ചാൽ ഏഷ്യയിൽ വെച്ച് നടക്കുന്ന 2ാമത് വേൾഡ് കപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിച്ചു ഏഷ്യ ഇതിനു മുമ്പ് വേൾഡ് കപ്പിന് വേദിയായിട്ടുണ്ട്. ഏഷ്യ വേൾഡ് കപ്പിന് ആദ്യം വേദിയായത് 2002 കിട്ടുമല്ലോ. 2002 ഏത് രാജ്യത്ത് വെച്ചാണ് മത്സരങ്ങൾ നടന്നതെന്ന് വെച്ചാൽ 2002 എവിടെ 2002 2 രാജ്യങ്ങളാണ് ആദ്യത്ത് വെച്ചത്. സൗത്ത് കൊറിയ, ജപ്പാൻ എന്ന് പറയുന്ന 2 രാജ്യങ്ങളിൽ വെച്ചാണ് മത്സരങ്ങൾ നടന്നത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് ഖത്തറിൻ്റെ വേറൊരു പ്രത്യേകത, വേൾഡ് കപ്പ് ചരിത്രത്തിൽ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഖത്തറാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അറബ് ലോകത്ത് വെച്ച് കിടക്കുന്ന ആദ്യ വേൾഡ് കപ്പിന് സാക്ഷിയായത് ഖത്തർ തന്നെയാണ്. ഇത്ര പോയിന്റുകളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഒന്നുമില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, റുക്സാന പറയുന്നു സെറ്റാണ്. യെസ്, ആ വാക്കാണ് എനിക്ക് കേൾക്കാനുള്ളത്.
ഓക്കെ, വെറും കെ പറഞ്ഞ പോലെ സെറ്റാണെന്ന് കേൾക്കണം, പഠിച്ചു പോകണം. ഓക്കെ അല്ലേ? യെസ്, പോകാം. അപ്പോൾ അടുത്ത പോയിന്റ് എഴുതൂ. ആകെ മത്സരങ്ങൾ നടന്ന നഗരങ്ങൾ 2 കുത്ത്. ആകെ മത്സരങ്ങൾ നടന്ന നഗരങ്ങൾ ചോദ്യചിഹ്നം അല്ലെങ്കിൽ 2 കുത്തിട്ടിട്ട് ആൻസർ ചെയ്തിരുന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ഹൈഫൺ ഇട്ട് ആകെ മത്സരങ്ങൾ നടന്ന നഗരങ്ങൾ 2 കുത്ത്. ആകെ മത്സരങ്ങൾ നടന്ന നഗരങ്ങൾ 2 കുത്ത്. യെസ്, എത്ര നഗരങ്ങളാണ് ഖത്തറിൽ, എത്ര നഗരങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? യെസ്, ആകെ മത്സരങ്ങൾ നടന്ന നഗരങ്ങൾ 2 കുത്ത്. മത്സരങ്ങൾ നടന്ന നഗരങ്ങൾ 2 കുത്ത്. യെസ്, അപ്പോൾ ഒന്ന് പറയാമോ എത്ര നഗരങ്ങൾ കളി നടന്നു എന്ന് പറയാമോ? എത്ര നഗരങ്ങൾ കളി നടന്നു? ആകെ മത്സരങ്ങൾ നടന്ന നഗരങ്ങൾ എത്ര നഗരങ്ങൾ? യെസ്, ഉത്തരം 5 ആണ്. ആകെ മത്സരങ്ങൾ നടന്ന നഗരങ്ങൾ 5. 5ൻ്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോളണം 8 നഗരങ്ങളിലായി. 8 നഗരങ്ങളിലായി. 8 നഗരം. ആകെ മത്സരങ്ങൾ നടന്ന നഗരങ്ങൾ 5 ബ്രാക്കറ്റിൽ അല്ല, ആകെ മത്സരങ്ങൾ നടന്ന നഗരങ്ങൾ 5 ബ്രാക്കറ്റിൽ 5 സ്റ്റേഡിയങ്ങളിലായി. 5 സ്റ്റേഡിയങ്ങളിലായി. ഓക്കെ, അല്ല 5 നഗരം. ക്ലിയർ ആയിട്ട് എഴുതിക്കോ. പറഞ്ഞ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ബുക്ക് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കിയോ. ഞാൻ പറഞ്ഞതിലെ മിസ്റ്റേക്കാണ്. സോറി. ഒന്ന് ശ്രദ്ധിച്ചോ. ആകെ മത്സരങ്ങൾ നടന്ന നഗരങ്ങൾ 5 ബ്രാക്കറ്റിൽ 8 സ്റ്റേഡിയങ്ങളിലായി. 8 സ്റ്റേഡിയങ്ങളിലായി. ഓക്കെ, ക്ലിയർ തന്നെ. തെറ്റാതെ എഴുതിയ ആ പോയിന്റ്. ഓക്കെ, ആകെ മത്സരങ്ങൾ നടന്ന നഗരങ്ങൾ 5 ബ്രാക്കറ്റിൽ 8 സ്റ്റേഡിയങ്ങളിൽ ആയി. 8 സ്റ്റേഡിയങ്ങളായി. തെറ്റായി എഴുതിയിരിക്കണേ, എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്കാണ്. യെസ്, ആകെ മത്സരങ്ങൾ നടന്ന നഗരങ്ങൾ 5 നഗരങ്ങളിൽ 8 സ്റ്റേഡിയങ്ങളിൽ വെച്ചാണ് മത്സരങ്ങൾ നടന്നത്. ക്ലിയർ ആയിട്ട് എഴുതിയെടുത്തല്ലോ. യെസ്, പോകാം. അപ്പോൾ അടുത്ത ചോദ്യം, വേൾഡ് കപ്പ് ചരിത്രത്തിലാദ്യമായി. അടുത്ത പോയിന്റ്, വേൾഡ് കപ്പ് ചരിത്രത്തിലാദ്യമായി. അടുത്ത പോയിന്റ്, വേൾഡ് കപ്പ് ചരിത്രത്തിലാദ്യമായി. ഇതാ നോക്കൂ. ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ട്. ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ച സ്റ്റേഡിയം ചോദിച്ചിന്. ചരിത്രത്തിലാദ്യമായി ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ച സ്റ്റേഡിയം ചോദിച്ചിന്. ചരിത്രത്തിലാദ്യമായി ഷിപ്പിംഗ് കണ്ടെയ്നർ അറിയാമല്ലോ, നമ്മളെ വിഴിഞ്ഞം തുറമുഖത്തൊക്കെ ഷിപ്പിൽ കൊണ്ടു നിറക്കുന്ന ആ മെറ്റൽ ബോക്സുകളാണ്, അതിന് നമ്മൾ കണ്ടെയ്നർ എന്നാണ് പറയുന്നത്, അറിയാമല്ലോ. അപ്പോൾ ഷിപ്പിംഗ് കണ്ടെയ്നർ എല്ലാം കൂടെ അറേഞ്ച് ചെയ്തിട്ട് ഒരു സ്റ്റേഡിയം വേൾഡ് കപ്പിൽ ഉപയോഗിച്ചിരുന്നു. ആ സ്റ്റേഡിയത്തിൻ്റെ പേര് നിങ്ങളൊന്ന് പഠിക്കണം. ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ച സ്റ്റേഡിയം ചോദ്യചിഹ്നം. യെസ്, ആ സ്റ്റേഡിയത്തിൻ്റെ പേര് നിങ്ങളൊന്ന് പഠിക്കണം. സ്റ്റേഡിയത്തിൻ്റെ പേര് 974 സ്റ്റേഡിയം. യെസ്, 974 സ്റ്റേഡിയം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടിരുന്നത്. 974 സ്റ്റേഡിയം. അതിൻ്റെ ബ്രാക്കറ്റിലൊന്ന് എഴുതി വെച്ചോളാം. 974 സ്റ്റേഡിയം ബ്രാക്കറ്റിൽ അതിന് മറ്റൊരു പേരും കൂടെയുണ്ട്. ആ സ്റ്റേഡിയത്തിൻ്റെ മറ്റൊരു പേര് അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കണം. റാസ് അബു അബൗദ് സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൻ്റെ മറ്റൊരു പേര് റാസ് അബു അബൗദ് സ്റ്റേഡിയം ആണ് എന്നുകൂടി ഓർത്തു വച്ചിരിക്കുക. യെസ്, അത്ര സമാധാനത്തിൽ ഒന്ന് എഴുതൂ. എന്നിട്ട് നോക്കൂ, മനസ്സിലാവുന്നുണ്ടാന്ന് എഴുതിയെത്തിയ. യെസ്, ഉപയോഗിച്ചത് 974 സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൻ്റെ മറ്റൊരു പേര് റാസ് അബു അബൗദ് സ്റ്റേഡിയം എന്നായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ?
എസ് വിജി പ്രദീപിന് ഓക്കെയാണ്. ഫൗസിയ കണ്ടില്ലല്ലോ, ഫൗസിയെ കണ്ടില്ല. ആ ക്ലിയർ ആണോ നോക്കൂ. ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ച സ്റ്റേഡിയം. സന അജ്മൽ എസ് ഓക്കെയാണ്. സന റജി എസ് സന്തോഷം എസ്. അപ്പോൾ 974 കേട്ടോ. 974 കണ്ടെയ്നർ കൊണ്ടാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് 974 കൂടെ ചേർത്ത് പറയുന്നത്. 974 കണ്ടെയ്നറുകളാണ് അറേഞ്ച് ചെയ്താണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ പേര് 974 സ്റ്റേഡിയം എന്നറിയപ്പെടുന്നത്. ആ സ്റ്റേഡിയത്തിന് മറ്റൊരു പേരുണ്ട്, റാസ് അബു അബൌദ് സ്റ്റേഡിയം. കിട്ടുമല്ലോ, അറബ് ലോകത്ത് വെച്ചാണ് നടന്നത്. അപ്പോൾ പേരുകൾ അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ച് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. റാസ് അബു അബൌദ് സ്റ്റേഡിയം കിട്ടുമല്ലോ. യെസ്. അടുത്ത പോയിന്റ് ഇതേപോലെ തന്നെ മറ്റൊരു സ്റ്റേഡിയം കൂടെ ഉപയോഗിച്ചു. അതിൻ്റെ പ്രത്യേകതയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എഴുതും അടുത്ത പോയിന്റ്. ഇസ്ലാം ആരാധനാ രീതിയുടെ ഭാഗമായ ഇസ്ലാം ആരാധനാ രീതിയുടെ ഭാഗമായ ഇസ്ലാം ആരാധനാ രീതിയുടെ ഭാഗമായ ഇസ്ലാം ആരാധന രീതിയുടെ ഭാഗമായ ഇസ്ലാം ആരാധന രീതിയുടെ ഭാഗമായ ഇസ്ലാം ആരാധന രീതിയുടെ ഭാഗമായ ഇതുപോലെ എഴുതണം. ഗഫിയ തൊപ്പിയുടെ മാതൃകയിൽ. ഗഫിയ തൊപ്പി അറിയാമല്ലോ, പള്ളിയിൽ പോകുന്ന കുട്ടികളൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന തൊപ്പി, റൗണ്ട് തൊപ്പി ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇസ്ലാം ആരാധന രീതിയുടെ ഭാഗമായ ഗഫിയ തൊപ്പിയുടെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന സ്റ്റേഡിയത്തിൻ്റെ പേര്. ഗഫിയ തൊപ്പിയുടെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന സ്റ്റേഡിയത്തിൻ്റെ പേര് നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഗഫിയ ക്യാപ്പ് സ്റ്റേഡിയം അങ്ങനെയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഗഫിയ ക്യാപ്പ് അല്ലെങ്കിൽ മോഡൽ സ്റ്റേഡിയം വേൾഡ് കപ്പ് എന്ന് വെറുതെ സെർച്ച് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും കേട്ടോ. യെസ്, ഗഫിയ സ്റ്റേഡിയം. ഗഫിയ തൊപ്പിയുടെ മാതൃകയിൽ നിർമ്മിച്ച സ്റ്റേഡിയം ചോദ്യചിഹ്നം. ഇസ്ലാം ആരാധന രീതിയുടെ ഭാഗമായിട്ടുള്ള ഗഫിയ തൊപ്പിയുടെ മാതൃകയിൽ നിർമ്മിച്ചിരുന്ന സ്റ്റേഡിയം ചോദ്യചിഹ്നം. യെസ്, അപ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ പേരും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കണം. ഓക്കെ, ആ സ്റ്റേഡിയത്തിൻ്റെ പേര് ആ സ്റ്റേഡിയത്തിൻ്റെ പേരാണ് ഇതായി അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന അൽ തുമാമ സ്റ്റേഡിയം. അൽ തുമാമ സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൻ്റെ പേരാണ് അൽ തുമാമ സ്റ്റേഡിയം. ഓക്കെ ആണോ? അൽ തുമാമ സ്റ്റേഡിയം. അൽ തുമാമ സ്റ്റേഡിയം എഴുതിയ ഹോസിയ സിറാജ് യെസ് സന്തോഷം. ഓക്കെ, അപ്പോൾ 2 സ്റ്റേഡിയങ്ങളാണ് പരിചയപ്പെട്ടത്. ഒരെണ്ണം ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ട് 974 ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ട് നിർമ്മിച്ചതുകൊണ്ട് അതിനെ 974 സ്റ്റേഡിയം അല്ലെങ്കിൽ റാസ് അബു അബൌദ് സ്റ്റേഡിയം എന്നറിയപ്പെട്ടു. അതിനൊക്കെ മറ്റൊരു സ്റ്റേഡിയം കൂടെ പരിചയപ്പെടുത്തി. ആ ഇസ്ലാം ആരാധനാ രീതിയുടെ ഭാഗമായിട്ടുള്ള ഗഫിയ തൊപ്പിയുടെ മാതൃകയിൽ നിർമ്മിച്ച സ്റ്റേഡിയം അതെന്ന് പറയുന്നത് അൽ തുമാമ സ്റ്റേഡിയമാണെന്ന് കൂടി തിരിഞ്ഞു പോകാതെ നിങ്ങൾ അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. എഴുതിയെത്തിയ എല്ലാവരും അൽ തുമാമ. ഓക്കെ, പോകാമല്ലോ. അടുത്ത പോയിൻ്റ്, മത്സരങ്ങൾ നടന്ന ദിവസം. മത്സരങ്ങൾ നടന്ന ദിവസം. മത്സരങ്ങൾ നടന്ന ദിവസം. ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. മത്സരങ്ങൾ നടന്ന ദിവസം. മത്സരങ്ങൾ നടന്ന ദിവസം. ആ ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എന്ന് മുതൽ എന്ന് വരെയാണ് വേൾഡ് കപ്പ് മത്സരങ്ങൾ നടന്നത് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. വേൾഡ് കപ്പ് മത്സരങ്ങൾ നടന്ന ദിവസം എസ് എഴുതിക്കോ. 2022 നവംബർ മാസം 20 മുതൽ ഡിസംബർ മാസം 18 വരെ. യെസ്, 2022 നവംബർ 20 മുതൽ ഡിസംബർ മാസം 18 വരെ. നവംബർ മാസം 20 മുതൽ ഡിസംബർ മാസം 18 വരെ. ഓക്കെ, എഴുതിയെത്തിയ യെസ് വിജി പ്രദീപ്. റുക്സാന ഫാബുലസ് വേൾഡ് ഓക്കെ ആണെന്നാണ് പറയുന്നത്. യെസ്, 2022 നവംബർ 20 മുതൽ ഡിസംബർ 18 വരെയാണ് നടന്നത്. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ ഡിസംബർ 18 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡിസംബർ 18 പ്രത്യേകത പ്രീവിയസ് ഇയർ ഈ ടൈമിൽ. പ്രീവിയസ് ഇയർ ഈ ടൈമിൽ. അങ്ങനെ ഇന്ന് ഡിസംബർ 1 ആയുള്ളൂ. യെസ്, ഓക്കെ തന്നെ. യെസ്, അപ്പോൾ 2022 നവംബർ 20 മുതൽ ഡിസംബർ 18 വരെയാണ് മത്സരങ്ങൾ നടന്നത്. അപ്പോൾ നിങ്ങൾ തൊട്ട് താഴെ എഴുതണം ഡിസംബർ 18 എന്ന് എഴുതണം. ഡിസംബർ 18 ഇതുപോലെ എഴുതണം. ഡിസംബർ 18 എന്ന് എഴുതിയിട്ട് ഇതുപോലെ 2 ലൈൻ ഇട്ട് വയ്ക്കണം. ആ ദിവസത്തിന് 2 പ്രത്യേകതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം.
ഓക്കെ, ഡിസംബർ 18-ന് 2 പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവുന്ന പ്രത്യേകത തന്നെ, എന്തോന്ന്, ഫൈനൽ നടക്കുന്ന ആ ദിവസമായിരിക്കും. അതിന് വേറെ ആരും പറഞ്ഞു തരണ്ട, സിമ്പിളായിട്ട് കിട്ടും. 2020 നവംബർ 20 ഡിസംബർ 18. സ്വാഭാവികമായിട്ടും ഡിസംബർ 18-നാണ് ഇത് നടക്കാൻ പോകുന്നത്. ഏതാണ് ഫൈനൽ നടക്കുന്നത്? ഡിസംബർ 18-ന് തന്നെ ആയിരിക്കും. സിമ്പിൾ. മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസംബർ 18-നായിരുന്നു 2022 ഇവിടെ ഖത്തറിൽ വെച്ചല്ലേ വേൾഡ് കപ്പ് ഇടുന്നത്. ഖത്തറിൻ്റെ നാഷണൽ ഡേ ആയിരുന്നു അന്ന്, അല്ലെങ്കിൽ ഖത്തറിൻ്റെ ദേശീയ ദിനം. മനസ്സിലാവുന്നുണ്ടോ? അതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത, ഖത്തറിൻ്റെ ദേശീയ ദിനം. ഓക്കെ, ഖത്തറിൻ്റെ ദേശീയ ദിനം അത് ഡിസംബർ 18 ഖത്തറിൻ്റെ ദേശീയ ദിനം. അതുകൊണ്ടാണ് ഡിസംബർ 18-ന് കളി തീരത്തക്ക വിധത്തിൽ അവർ എല്ലാം പ്രോഗ്രാം എല്ലാം ചാർട്ട് ചെയ്ത് കറക്റ്റ് ഡിസംബർ 18-ന് തന്നെ ഫൈനൽ നടന്നു, വിജയികളൊക്കെ വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡിസംബർ 18 ഖത്തറിൻ്റെ ദേശീയ ദിനമായിരുന്നു. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, പുതിയൊരു ദിനം കൂടെ അടുത്തിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അതും കൂടെ പഠിച്ചു വെച്ചേക്കുക. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം. ന്യൂനപക്ഷ അവകാശ ദിനം അതാണ് ഡിസംബർ 10. ഓക്കെ, നാഷണൽ മൈനോറിറ്റീസ് റൈറ്റ്സ് ഡേ എന്ന് നമ്മൾ പറയും ഡിസംബർ മാസം 18. ഓക്കെ തന്നെ. അപ്പോൾ സമാധാനത്തിലൊന്ന് വായിക്കൂ. പറഞ്ഞ പോയിന്റുകളെല്ലാം ക്ലിയർ ആണോ നോക്കൂ. ക്ലിയർ തന്നെ പറഞ്ഞ പോയിന്റുകൾ കറക്റ്റ് ആണോ നോക്കൂ. ഓക്കെ തന്നെ നോക്കൂ. മനസ്സിലാവുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ വിജയപ്രതി? ഒന്നുമില്ല, അതിൽ കൺഫ്യൂഷൻ വരാൻ വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ വേൾഡ് കപ്പ് നടന്നത് 5 നഗരങ്ങളിലാണ്. 5 നഗരങ്ങളിൽ 8 സ്റ്റേഡിയങ്ങൾ നടന്നു. 974 സ്റ്റേഡിയം, ഷിപ്പിംഗ് കണ്ടെയ്നർ, ഗഫിയ തൊപ്പിയുടെ മാതൃകയിൽ അൽത്തുമാമ സ്റ്റേഡിയം. മത്സരങ്ങൾ നടന്ന ദിവസം 2022 നവംബർ 20 മുതൽ ഡിസംബർ മാസം 18 വരെ നമ്മൾ കിടിലമായിട്ട് പഠിച്ചു. നേരെ വന്നു അതിൻ്റെ ഏറ്റവും അവസാനം ഡിസംബർ 18-ൻ്റെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത ഖത്തറിൻ്റെ നാഷണൽ ഡേ ആയിരുന്നു. ഖത്തറിൻ്റെ ദേശീയ ദിനത്തിലാണ് ഫൈനൽ മത്സരങ്ങളെല്ലാം തന്നെ നടന്നത്. അത് നമ്മൾ ഓർത്തെടുത്തു. ഡിസംബർ 18-ൻ്റെ ഏറ്റവും പുതിയ പ്രത്യേകത ഡിസംബർ 18 എന്ന് പറഞ്ഞാൽ മൈനോറിറ്റീസ് റൈറ്റ്സ് ഡേ അല്ലെങ്കിൽ ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം കൂടെയാണ് എന്നുകൂടി അവിടെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കാൻ ശ്രമിക്കുക. കിട്ടുമല്ലോ? യെസ്, സിമ്പിൾ പോയിന്റുകളാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. യെസ്, പോകാമല്ലോ. യെസ്, തൊട്ട് താഴാം. മുദ്രാവാക്യം. 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ മുദ്രാവാക്യം. അടുത്ത പോയിന്റ്, 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ മുദ്രാവാക്യം. 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ മുദ്രാവാക്യം. യെസ്, അതൊന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മുദ്രാവാക്യം എന്ന് പറയുന്നത് നോക്കൂ, എക്സ്പെക്റ്റ് അമേസിങ്. മുദ്രാവാക്യം എക്സ്പെക്റ്റ് അമേസിങ്. അതിൻ്റെ മലയാളം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? എക്സ്പെക്റ്റ് അമേസിങ്. 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ മുദ്രാവാക്യം എക്സ്പെക്റ്റ് അമേസിങ്. മലയാളം ഒന്ന് കമൻറ്റ് ചെയ്താമോ? എക്സ്പെക്റ്റ് അമേസിങ്ങിൻ്റെ മലയാളം എന്താണ്? എക്സ്പെക്റ്റ് അമേസിങ്. മലയാളം എന്തോന്നാണ് പറയാം? എക്സ്പെക്റ്റ് അമേസിങ്. യെസ്, അപ്പം മലയാളം ഒന്ന് എഴുതിയിട്ടോണം. അത്ഭുതങ്ങൾ. എക്സ്പെക്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന വേൾഡ് കപ്പ് കൂടെയായിരുന്നു 2022 കഴിഞ്ഞു പോയത് കേട്ടോ. അത് നമ്മൾ പിറകെ വരുമ്പോൾ ഇനി ഓർത്തെടുക്കും. അപ്പോൾ എക്സ്പെക്റ്റ് അമേസിങ് എന്നതായിരുന്നു അതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്ന് ഓർത്തു ചെയ്യുക. എക്സ്പെക്റ്റ് അമേസിങ്. ക്ലിയർ അല്ലേ? എഴുതിയെത്തുന്നുണ്ടോ? എക്സ്പെക്റ്റ് അമേസിങ്. കിട്ടുമോ? യെസ്. ആ സെക്ഷനിലെ ലാസ്റ്റ് പോയിന്റ് പഴയ പോലെ നമ്മൾ 2018 പറഞ്ഞ പോലെ സാബിവാക്ക എന്ന സൈബീരിയൻ ചെന്നായ പറഞ്ഞതുപോലെ ഇവിടെയും ഉണ്ടായിരുന്നു ഒരു ഭാഗ്യചിഹ്നം. അപ്പോൾ തൊട്ട് കഴിഞ്ഞു അടുത്ത പോയിന്റ്, മുദ്രാവാക്യത്തിൻ്റെ താഴെ ഭാഗ്യചിഹ്നം. ഭാഗ്യചിഹ്നം 2 കുത്ത്. അത് നിങ്ങളൊന്ന് എഴുതിയിട്ടോളണം കേട്ടോ. 2022 ഖത്തറിൻ്റെ ഭാഗ്യചിഹ്നം 2 കുത്ത്. ഇതാ നോക്കൂ ബോർഡിൽ. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഒന്ന് വായിക്കാൻ ശ്രമിക്കൂ. ലാ ഈബ്. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ലാ ഈബ്.
ഓക്കെ, ലായിബ് എന്നുള്ളത് ഒരു അറബ് വാക്കാണ് കേട്ടോ, അറബ് വാക്ക്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും ലായിബ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പന്ത്, ഫുട്ബോൾ പന്ത് തട്ടിക്കൊണ്ടുപോകുന്ന ഒരു അറബി വസ്ത്രധാരിയാണ് കേട്ടോ, ഒരു അറബി വേഷമിട്ട ഒരു കുട്ടിയെ പോലെ നമുക്ക് തോന്നും. അപ്പം അറബി വസ്ത്രധാരിയായിട്ടുള്ള ഒരു കുട്ടി ഫുട്ബോൾ പന്ത് തട്ടിക്കൊണ്ടു പോകുന്നതാണ് ആ ചിഹ്നത്തിൽ കാണിച്ചിട്ടുള്ളത്. ആ ഭാഗ്യചിഹ്നം എന്ന് പറഞ്ഞാൽ ലായിബാണ്. ലായിബ് എന്നത് അറബ് വാക്കാണ്. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ മലയാളം അർത്ഥം കൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബ്രാക്കറ്റിൽ ലായിബ് എന്ന അറബ് വാക്കിനർത്ഥം എന്ന് എഴുതിയിട്ട് വേണം, ഇത് എഴുതി വെച്ചോളണം. ലായിബ് എന്ന അറബ് വാക്കിനർത്ഥം പ്രതിഭാധനനായ കളിക്കാരൻ എന്നാണ്. ലായിബ് എന്ന അറബ് വാക്കിനർത്ഥം പ്രതിഭാധനനായ കളിക്കാരൻ എന്ന് ആണ്. അപ്പോൾ എഴുതിയിടൂ, ലായിബ് എന്ന അറബ് വാക്കിനർത്ഥം പ്രതിഭാധനനായ കളിക്കാരൻ എന്നാണ്. ലായിബ് എന്ന വാക്കിനർത്ഥം പ്രതിഭാധനനായ കളിക്കാരൻ എന്നാണ്. പ്രതിഭാധനനായ കളിക്കാരൻ എന്നാണ്. പ്രതിഭാധനനായ കളിക്കാരൻ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്, എഴുതിയെത്തിയാ ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ക്ലോസ് ചെയ്യൂ. അത്രയും പങ്കും അടി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ, ആ സെക്ഷൻ അവിടെ ക്ലോസ് ചെയ്യുകയാണ്. അടിയിൽ നീട്ടി അങ്ങ് വരയ്ക്കണം, അങ്ങേറ്റും ഇങ്ങോട്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റിപ്പീറ്റ് പറയണോ? പോയിന്റ് റിപ്പീറ്റ് പറയണോ? വിജി പ്രദീപ് ഓക്കെ ആണെന്ന് പറയുന്നു. ആ, റിപ്പീറ്റ് പറയണോ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ? ഫിഫ മാത്രം റിപ്പീറ്റ് വേണോ? ഓക്കെ, ക്ലിയർ ആണോ? യെസ്. റിപ്പീറ്റ് പറയണോ? റുക്സാന ഫാബുലസ് വേൾഡ് റിപ്പീറ്റ് വേണോ? ഇതുവരെ പറഞ്ഞിട്ടുള്ള ഈ സെക്ഷൻ മാത്രം റിപ്പീറ്റ് വേണോ? ഈ ഇത് മാത്രം റിപ്പീറ്റ് വേണോ? വിജി പ്രദീപ് വേണ്ട. ഓക്കെ അല്ലേ? എസ്. അപ്പോൾ എല്ലാം കിട്ടുമല്ലോ, അത്യാവശ്യം എല്ലാ പോയിന്റുകളും കിട്ടും. ഒരു സിമ്പിളായിട്ടാണ് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ പറഞ്ഞു തുടങ്ങാം. വേണ്ട സാർ. ഓക്കെ, സന്തോഷം. റുക്സാന സന്തോഷം. യെസ്, പോകാം. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റിലോട്ട് പോകാം. അടുത്ത പോയിന്റ് എഴുതിക്കോ. 2022 ഖത്തർ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയ ആദ്യ രാജ്യം. യെസ്, എഴുതൂ. 2022 ഖത്തർ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയ ആദ്യ രാജ്യം. 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 യോഗ്യത നേടിയ ആദ്യ രാജ്യം. മനസ്സിലാവില്ല. അപ്പോൾ ഈ എല്ലാ വേൾഡ് കപ്പും മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ യോഗ്യതാ മത്സരങ്ങൾ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 2022 ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പും വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ നടന്നു. അപ്പോൾ ആദ്യത്തെ തന്നെ യോഗ്യത മത്സരത്തിൽ വിജയിച്ച് യോഗ്യത നേടിയ ആദ്യ രാജ്യം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയ ആദ്യ രാജ്യം. ഞാൻ ക്ലൂ തരാം, നിങ്ങൾക്കല്ലേ ക്ലൂ വേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ നിന്ന് കിട്ടും. യെസ്, അപ്പോൾ ഒരു ക്ലൂ പറയട്ടോ. യെസ്, തോമസ് മുള്ളർ എന്ന കായിക താരം ഈ ടീമിൽ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഏത് രാജ്യമാണെന്ന് കമൻറ്റ് ചെയ്യാമോ? ഏത് രാജ്യയുടെ തോമസ് മുള്ളർ ഏത് രാജ്യത്തെ കായിക താരമാണ്? അതാണ് നമ്മുടെ ചോദ്യം. ഒന്ന് കമൻറ്റ് ചെയ്യാമോ? തോമസ് മുള്ളർ ഏത് രാജ്യം? അപ്പോൾ യോഗ്യത നേടിയ ആദ്യ രാജ്യം നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഏത് രാജ്യം? ജിയിൽ തുടങ്ങുന്ന രാജ്യം. അടുത്ത ക്ലൂ ഇനിയെങ്കിലും ചെയ്യാമോ? ആ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയ ആദ്യ രാജ്യം ഏത്? ജിയിൽ തുടങ്ങുന്ന രാജ്യം ഏത്? ഇംഗ്ലീഷ് ജിയിൽ തുടങ്ങുന്ന രാജ്യം ജർമ്മനി. യെസ്, ഉത്തരം കറക്റ്റാണ്. ആ യോഗ്യത നേടിയ ആദ്യ രാജ്യം ജർമ്മനി. യെസ്, എഴുതൂ. യോഗ്യത നേടിയ ആദ്യ രാജ്യം ജർമ്മനി കേട്ടോ, ജർമ്മനി. അപ്പോൾ വേണമെങ്കിൽ എഴുതിയിട്ടോളൂ കേട്ടോ. തോമസ് മുള്ളർ അങ്ങനെ ഒരു കായിക താരമുണ്ട്. തോമസ് മുള്ളർ ജർമ്മൻ താരമാണ്. ഓക്കെ, തോമസ് മുള്ളർ ജർമ്മൻ താരമാണ്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ യോഗ്യത നേടിയ ആദ്യ രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ്, ജർമ്മനി. യെസ്, തൊട്ട് താഴെ അടുത്ത പോയിൻ്റ് യോഗ്യത നേടിയ അവസാന രാജ്യം. ഫിഫയിലേക്ക് യോഗ്യത നേടിയ അവസാന രാജ്യം. ഫിഫയിലേക്ക് യോഗ്യത നേടിയ അവസാന രാജ്യം. യെസ്, യോഗ്യതാ മത്സരങ്ങൾ നടന്നു. അവസാനം കളി ജയിച്ച് അവസാനം വന്ന് ഖത്തറിൽ മത്സരിക്കാനുള്ള യോഗ്യത നേടിയ അവസാനത്തെ രാജ്യം. ക്ലൂ തരാം. അപ്പോൾ നിങ്ങൾക്ക് രാജ്യം സിമ്പിളായിട്ട് കണ്ടെത്താം. സിയിൽ തുടങ്ങുന്ന രാജ്യം. സിയിൽ തുടങ്ങുന്ന രാജ്യം. ഇംഗ്ലീഷ് സിയിൽ തുടങ്ങുന്ന രാജ്യം പറയൂ. ഇംഗ്ലീഷ് സിയിൽ തുടങ്ങുന്ന രാജ്യം. സിയിൽ തുടങ്ങുന്ന രാജ്യം കാനഡ അല്ല. റുക്സാന പറഞ്ഞത് മിസ്റ്റേക്കാണ്. കാനഡ അല്ല. വേറെ
വേറെ സിയിൽ തുടങ്ങുന്ന രാജ്യം. ക്രൊട്ടോവേ. ക്രൊയേഷ്യയാണോ ഉദ്ദേശിച്ചത് റുക്സാന? ക്രൊയേഷ്യ. ഫെമി മുസ്തഫ ക്രൊയേഷ്യ. റുക്സാന ഫാബുലസ്. സോറി. yes പ്രശ്നമില്ല. മിസ്റ്റേക്ക് എന്ന് വരുന്ന പ്രശ്നമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ആൻസർ ചെയ്തോ, കുഴപ്പമില്ല. സിയിൽ തുടങ്ങുന്നത്. ടൈപ്പി വിട്ടു. യെസ്. ഓക്കെ. സിയിൽ തുടങ്ങുന്ന വേറെ രാജ്യം. സ്റ്റോക്ക് തീർന്ന. സിയിൽ തുടങ്ങുന്ന രാജ്യം. യോഗ്യത നേടിയ അവസാനത്തെ രാജ്യം ഇത് സിയിൽ തുടങ്ങുന്ന. ക്രൊയേഷ്യ അല്ല. വേറെ കാനഡ അല്ല. വേറെ രാജ്യം ഇത്. ഒന്നും കൂടെ കമൻറ്റ് ചെയ്യും. അവസാനത്തെ രാജ്യം കൊറിയ അല്ല. ഇതാ നോക്കൂ, ഉത്തരം ഒന്ന് വായിക്കണം. യെസ്, ഒന്ന് വായിക്കൂ. രാജ്യം ഏതാണെന്ന് വായിക്കാമോ? ഏതാണ്? കോസ്റ്റാറിക്ക. യെസ്, എഴുതി വയ്ക്കും. രാജ്യം കോസ്റ്റാറിക്കയാണ്. രാജ്യം കോസ്റ്റാറിക്ക. യെസ്, കോസ്റ്റാറിക്ക. യെസ്, കോസ്റ്റാറിക്ക കേട്ടോ. അപ്പോൾ അതാണ് 2 ചോദ്യങ്ങൾ അവിടെ നിന്ന് ആ സെക്ഷനിൽ പഠിക്കേണ്ടത്. അപ്പോൾ അടിയിൽ ക്ലോസ് ചെയ്തങ്ങ് ഇടണം. ആ സെക്ഷനിൽ 2 പോയിന്റുകളേ ഉള്ളൂ. ഓക്കെ, യോഗ്യത നേടിയ ആദ്യ രാജ്യം, അവസാനത്തെ രാജ്യം. അപ്പോൾ ആ സെക്ഷൻ ക്ലോസ് ചെയ്തങ്ങ് ഇടണം. അടിയിൽ നീട്ടിയങ്ങ് വരയ്ക്കണം. ഓക്കെ തന്നെ? ക്ലിയർ അല്ലേ? യെസ്. ആദ്യത്തേത് ജർമ്മനി, അവസാന രാജ്യം കോസ്റ്റാറിക്ക. കിട്ടും. അത് കഴിഞ്ഞു പോകാമല്ലോ. യെസ്, അടുത്ത പോയിന്റ് ബ്രാൻഡ് അംബാസിഡർ. 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഫുട്ബോളിൻ്റെ ബ്രാൻഡ് അംബാസിഡർ അധികം ആർക്കും സുപരിചിതനാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തൊന്ന് വായിച്ച് പഠിക്കുക. ഓക്കെ, ആ പേരൊന്ന് പഠിക്കണം. യെസ്, നോക്കി വായിക്കണമേ. ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ്. ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ്. സമാധാനത്തിൽ എഴുതിയെടുക്കൂ, പറഞ്ഞങ്ങ് എഴുതൂ. ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ്. ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ്. ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ്. ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ്. എഴുതിയെടുത്ത പേര് ബ്രാൻഡ് അംബാസിഡർ ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ്. ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ്. ആ പേര് മറന്നു പോരുത്. നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ആളിനെ കാണാൻ സാധിക്കും കേട്ടോ. പുള്ളിക്കാരൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഖത്തറിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകനും യൂട്യൂബറൊക്കെയാണ് പുള്ളിക്കാരൻ കേട്ടോ. അപ്പോൾ പേരെന്ന് ഓർത്ത് പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേകത, ഒരു പ്രശ്നം എന്ന് വെച്ചിരുന്നത് പുള്ളിക്കാരൻ അരയ്ക്ക് താഴേക്ക് വളർച്ചയില്ല. അതാണ് പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കുക. പുള്ളിക്കാരൻ്റെ അരയ്ക്ക് താഴേക്ക് വളർച്ചയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഫോട്ടോ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ് ബ്രാൻഡ് അംബാസിഡർ കേട്ടോ. അപ്പോൾ ആ ഒരു ചോദ്യം അതും കൂടെ ഒന്ന് എഴുതി വെച്ചോളണം. അടുത്ത ചോദ്യമായിട്ട് സബ് പോയിന്റ് എഴുതിക്കോ. അരയ്ക്ക് താഴേക്ക് വളർച്ച മുരടിപ്പിക്കുന്ന. അടുത്ത ചോദ്യം, അരയ്ക്ക് താഴേക്ക് വളർച്ച മുരടിപ്പിക്കുന്ന. 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 വളർച്ച മുരടിപ്പിക്കുന്ന ബോർഡിലുണ്ട്. കൗഡൽ റിഗ്രഷൻ സിൻഡ്രോം. കൗഡൽ റിഗ്രഷൻ സിൻഡ്രോം. കൗഡൽ റിഗ്രഷൻ സിൻഡ്രോം എന്ന രോഗത്തെ അതിജീവിക്കുന്ന വ്യക്തി ചോദ്യചിഹ്നം. അരയ്ക്ക് താഴേക്ക് വളർച്ച മുരടിപ്പിക്കുന്ന കൗഡൽ റിഗ്രഷൻ സിൻഡ്രോം എന്ന രോഗത്തെ അതിജീവിക്കുന്ന വ്യക്തി ചോദ്യചിഹ്നം. ആൻസർ ആര് തന്നെയാണ്? നമ്മുടെ ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ് തന്നെയാണ്. എഴുതിയെത്തിയ അരയ്ക്ക് താഴേക്ക് വളർച്ച മുരടിപ്പിക്കുന്ന കൗഡൽ റിഗ്രഷൻ സിൻഡ്രോം എന്ന രോഗത്തെ അതിജീവിക്കുന്ന വ്യക്തി ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ്. ഓക്കെ ആണോ?
യെസ്, എഴുതിയെത്തിയ ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ്, വിജി പ്രദീപ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. പോകാമല്ലോ അടുത്ത പോയിന്റിലേക്ക് പോകാം. ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ് കൗഡൽ റിഗ്രഷൻ സിൻഡ്രോം എന്ന രോഗത്തെ ജീവിക്കുന്ന വ്യക്തി. യെസ്, പോകാമോ? അടുത്ത പോയിന്റിലോട്ട് പോട്ടെ. അടുത്ത പോയിന്റ് ഉദ്ഘാടന ദിവസം. അടുത്ത ചോദ്യം, ഉദ്ഘാടന ദിവസം ബ്രാൻഡ് അംബാസഡർക്കൊപ്പം. ഉദ്ഘാടന ദിവസം ബ്രാൻഡ് അംബാസഡർക്കൊപ്പം. ഉദ്ഘാടന ദിവസം ബ്രാൻഡ് അംബാസഡർക്കൊപ്പം. ഉദ്ഘാടന ദിവസം ബ്രാൻഡ് അംബാസഡർക്കൊപ്പം. ഉദ്ഘാടന ദിവസം ബ്രാൻഡ് അംബാസഡർക്കൊപ്പം വേദി പങ്കിട്ട ഖത്തറിലെ തന്നെ ഉദ്ഘാടന ദിവസം കേട്ടോ. ഉദ്ഘാടന ദിവസം ബ്രാൻഡ് അംബാസഡർക്കൊപ്പം വേദി പങ്കിട്ട ഹോളിവുഡ് താരത്തിൻ്റെ പേര്. ഇംഗ്ലീഷ് സിനിമാ നടനാണ് കേട്ടോ, ഇംഗ്ലീഷ് ആക്ടർ. ഹോളിവുഡ് താരത്തിൻ്റെ പേര്, ഹോളിവുഡ് താരത്തിൻ്റെ പേര്. യെസ്, നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടു കാണും. ഉദ്ഘാടന ദിവസം തന്നെ ബ്രാൻഡ് അംബാസഡർ. ഞാൻ പറഞ്ഞ അരയ്ക്ക് താഴേക്ക് വളർച്ചയില്ല, അപ്പോൾ പുള്ളിക്ക് അത്രത്തോളം ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരോട് സംസാരിക്കാൻ വേണ്ടി ഈ പറയുന്ന ഹോളിവുഡ് തറയിൽ ഇരുന്നു കൊണ്ടാണ് സംസാരിച്ചത് കേട്ടോ. അപ്പോൾ ആ വ്യക്തിയൊന്ന് ഓർത്ത് ചെയ്യുക. ഉദ്ഘാടന ദിവസം ബ്രാൻഡ് അംബാസഡർക്കൊപ്പം സംസാരിച്ച അല്ലെങ്കിൽ വേദി പങ്കിട്ട ഹോളിവുഡ് സിനിമാ താരത്തിൻ്റെ പേര്. ആ പേരൊന്നും ഓർത്ത് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പേരാണ് യെസ്, എഴുതൂ, മോർഗൻ ഫ്രീമാൻ ആണ് എന്ന് പഠിക്കണം. മോർഗൻ ഫ്രീമാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ബ്രാൻഡ് അംബാസഡർക്കൊപ്പം ഈ സിനിമാ താരം എങ്ങനെയാണ് സംസാരിച്ചതെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പം മോർഗൻ ഫ്രീമാൻ എന്ന് കിട്ടും. ഓക്കെ, ഫ്രീ മാനായിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ പഠിച്ചാൽ മതി. മോർഗൻ ഫ്രീമാൻ. ക്ലിയർ അല്ലേ? മോർഗൻ ഫ്രീമാൻ. ഓക്കെ, റുക്സാന. ഓക്കെ, സന്തോഷം. യെസ്, അപ്പോൾ മോർഗൻ ഫ്രീമാനുമായിട്ടാണ് ഉദ്ഘാടന ദിവസം ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ് സംസാരിച്ചത്. കിട്ടുമല്ലോ? സിമ്പിൾ പോയിന്റുകളാണ്. തൊട്ട് താഴെ ലാസ്റ്റ് പോയിന്റ്, ആ സെക്ഷനിലെ ലാസ്റ്റ് പോയിൻ്റാണ് ഫിഫ വേൾഡ് കപ്പിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഫിഫ വേൾഡ് കപ്പിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് ക്ഷണമുണ്ടായിരുന്നു കേട്ടോ. ബ്രാൻഡ് അംബാസഡർ ഇന്ത്യയെ പ്രതികരിച്ച് ഫിഫ വേൾഡ് കപ്പിലേക്ക് ഒരാൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പഠിക്കണം. ഫിഫ വേൾഡ് കപ്പിലേക്കുള്ള ഇന്ത്യൻ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. യെസ്, ആരാണ്? നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചാണ് ഇന്ത്യയുടെ അംബാസഡറായിട്ട് പങ്കെടുത്ത ആരാണ്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ദീപിക പദുക്കോൺ ആണെന്നാണ് പറയുന്നത്. ദീപിക പദുക്കോണും പോയിരുന്നു, പക്ഷേ ബ്രാൻഡ് അംബാസഡർ ആണെന്ന് പറയാൻ പറ്റില്ല. അതാണ് പ്രത്യേകത. ഓക്കെ, ദീപിക പദുക്കോണും പോയിട്ടുണ്ടായിരുന്നു. സമാപന ദിവസം ട്രോഫി ഒക്കെ അനാവരണം ചെയ്ത ദീപിക പദുക്കോണായിരുന്നു. പക്ഷേ ഇന്ത്യയെ പ്രതികരിച്ച് ഫിഫയിലേക്കുള്ള അംബാസഡറായി പങ്കെടുത്തത് ദീപിക പദുക്കോണിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഓക്കെ, ബ്രാൻഡ് ഇന്ത്യൻ അംബാസഡറെ പങ്കെടുത്തത് ദീപിക പദുക്കോണിൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡിൻ്റെ പേര് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ അംബാസഡർ രൺവീർ സിംഗ്. ഓക്കെ, ബ്രാക്കറ്റിൽ ദീപിക പദുക്കോണിൻ്റെ ഹസ്ബൻഡാണ് പുള്ളിക്കാരൻ. ദീപിക പദുക്കോണിൻ്റെ ഹസ്ബൻഡാണ് പുള്ളി. മനസ്സിലാവുന്നുണ്ടോ? ദീപിക പദുക്കോണിൻ്റെ ഹസ്ബൻഡാണ് പുള്ളി എന്ന് ഓർത്തു വച്ചിരിക്കുക. ദീപിക പദുക്കോണിൻ്റെ ഹസ്ബൻഡാണ്. മനസ്സിലായ? എഴുതിയെത്തിയ? ദീപിക പദുക്കോണിൻ്റെ ഹസ്ബൻഡാണ് പുള്ളി. ഓക്കെ, എഴുതിയെത്തിയ? ക്ലിയർ അല്ലേ? എഴുതിയെത്തിയ? ഓക്കെ, അപ്പോൾ ആ സെക്ഷൻ അങ്ങ് നിങ്ങളങ്ങ് ക്ലോസ് ചെയ്യണം. അടിയിൽ നീട്ടി വരച്ച് ക്ലോസ് ചെയ്ത് കിട്ടണം കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഒന്ന് നീട്ടി വരച്ച് ക്ലോസ് ചെയ്ത് കിട്ടും. ക്ലോസ് ചെയ്തിട്ടാം. യെസ്, അപ്പോൾ പറയട്ടാ. യെസ്, അപ്പോൾ യോഗ്യത നേടിയ ആദ്യ വേൾഡ് കപ്പിലേക്ക് വിജി പ്രദീപ്. യെസ്, സന്തോഷം. അപ്പോൾ യോഗ്യത നേടിയ ആദ്യ രാജ്യം എന്ന് പറയുന്നത് ജർമ്മനി, അവസാനത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ കോസ്റ്റാറിക്ക. പിന്നെ നമ്മൾ ബ്രാൻഡ് അംബാസഡറിലേക്കാണ് പോയത്. ബ്രാൻഡ് അംബാസഡറുടെ പേരെന്ന് പറഞ്ഞാൽ ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹ് എന്നതാണ് ബ്രാൻഡ് അംബാസഡർ. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഖത്തറിലെ പ്രശസ്തനായിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തന യൂട്യൂബറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളിക്ക് അരയ്ക്ക് താഴേക്ക് വളർച്ചയില്ലെന്ന് പറഞ്ഞു. ആ അവസ്ഥയ്ക്ക് ഒരു പേരുണ്ട്, കൗഡൽ റിഗ്രഷൻ സിൻഡ്രോം എന്ന അവസ്ഥയെ അതിജീവിക്കുന്ന വ്യക്തിയാണ് ഗാനിം
മുഹമ്മദ് അൽ മുഫ്താഹ് നമ്മൾ പഠിച്ചു. പിന്നെ പറഞ്ഞു ഉദ്ഘാടന ദിവസം ബ്രാൻഡ് അംബാസഡർക്കൊപ്പം വേദിയിലിരുന്ന് സംസാരിച്ച അല്ലെങ്കിൽ വേദി പങ്കിട്ട ഇംഗ്ലീഷ് സിനിമാ താരം അല്ലെങ്കിൽ ഹോളിവുഡ് ആക്ടർ ആയിരുന്നു. ആരാണ് അത്? മോർഗൻ ഫ്രീമാൻ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു 2022 ഖത്തർ വേൾഡ് കപ്പിലേക്ക് ഇന്ത്യക്ക് വേണ്ടി ഒരു അംബാസഡർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതികരിച്ച് പങ്കെടുത്ത അല്ലെങ്കിൽ ഇന്ത്യൻ അംബാസഡർ ആയിരുന്നു വെച്ചാൽ ദീപിക പദുക്കോണിൻ്റെ ഭർത്താവായിട്ടുള്ള രൺവീർ സിംഗ് ആയിരുന്നു എന്നുകൂടി നമ്മൾ ഓർത്തെടുത്തു. ക്ലിയർ അല്ലേ അപ്പം? യെസ്, സെറ്റാണെങ്കിൽ സെറ്റെന്ന് പറയൂ. ഇതുവരെയുള്ള പോയിന്റുകൾ ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ അത്രയും പോയിൻ്റാണ് നിങ്ങളവിടെ നിന്ന് പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ളത്. യെസ്, പോകാമല്ലോ. സെറ്റാണ്. സന അജ്മൽ 2012 സെറ്റാണ്. ഓക്കെ യെസ്, പോകാം. അപ്പോൾ അടുത്ത പോയിൻ്റ് എഴുതൂ. അടുത്ത പോയിൻ്റ് എഴുതണം. വേൾഡ് കപ്പിലേക്കുള്ള ഔദ്യോഗിക സ്പോൺസർമാരായത് ചോദ്യചിഹ്നം. 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 ഔദ്യോഗിക സ്പോൺസർമാരായത് ചോദിച്ചിട്ടുണ്ടാകും. സ്പോൺസർമാരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വേൾഡ് കപ്പിൻ്റെ നടത്തിപ്പിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളാണ് കേട്ടോ. അതാണ് ഔദ്യോഗിക സ്പോൺസർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 2022 ഖത്തറിലേക്ക് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് സ്പോൺസർമാർ മെയിനായിട്ട് 3 കമ്പനികളാണ് ഉണ്ടായിരുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഔദ്യോഗിക സ്പോൺസർമാരായത് 3 കമ്പനികൾ. അപ്പോൾ ഒന്നാമത്തെ കമ്പനി പഠിക്കണം. ഒന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് പഠിക്കൂ. ഒന്നാമത്തത് ഖത്തർ എനർജി ആയിരുന്നു. രണ്ടാമത്തത് എന്ന് പറയുന്ന കമ്പനി ക്രിപ്റ്റോക്രോം എന്ന കമ്പനിയായിരുന്നു എന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള ബൈജൂസ് ആപ്പുമായിരുന്നു. ക്ലിയർ തന്നെ? അപ്പോൾ താഴെ എഴുതിയിട്ടോ. ഔദ്യോഗിക സ്പോൺസർമാരായത് ഒന്നെന്ന് പറഞ്ഞാൽ ഖത്തർ എനർജി, രണ്ടാമത് ക്രിപ്റ്റോക്രോം, മൂന്നാമത് ബൈജൂസ് ആപ്പ്. എഴുതിയെത്തിയ ബൈജൂസ് ആപ്പ്. ഖത്തർ എനർജി, ക്രിപ്റ്റോക്രോം, ബൈജൂസ് ആപ്പ്. റുക്സാന ഫാബുലസ് വേൾഡ് ഓക്കെയിലേക്ക് ചെയ്തു. യെസ്, സന്തോഷം. വിജി പ്രദീപ്, യെസ്, സന്തോഷം. മനസ്സിലാകുന്നുണ്ടോ? 3 കമ്പനിയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കമ്പനികൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൽ മനസ്സിലാവും. ഏറ്റവും സുപരിചിതമായിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് ബൈജൂസ് ആപ്പാണ്. കിട്ടുമല്ലോ, എല്ലാവർക്കും കിട്ടും. അറിയാമോ, നമ്മുടെ ലേണിംഗ് ആപ്പാണ് ബൈജൂസ് ആപ്പ്. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള അറിയാമല്ലോ, യെസ്, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പാണ് ബൈജൂസ് ആപ്പ്. നമുക്കെല്ലാം അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് തന്നെ കിട്ടും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ കമ്പനി വേൾഡ് കപ്പിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നത്. അത് ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ ഇനി ആ ക്വസ്റ്റ്യൻ എഴുതേണ്ട ആവശ്യമില്ല. അത് ബൈജൂസ് ആപ്പാണ്. ഓർത്ത് വെച്ചോളാം കേട്ടോ. ചരിത്രത്തിൽ ആദ്യമായി വേൾഡ് കപ്പിന് സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്ന ഈ ആദ്യ ഇന്ത്യൻ കമ്പനി എന്ന് വെച്ചാൽ അത് തന്നെ ബൈജൂസ് ആപ്പാണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്ക്, എഴുതണമെന്ന് നിർബന്ധമില്ല. യെസ്, അപ്പോൾ തൊട്ട് താഴെ ബൈജൂസ് ആപ്പിൻ്റെ സബ്ബായിട്ട് 1-2 പോയിന്റുകൾ എഴുതി വെച്ചോളണം. ഓക്കെ, ബൈജൂസ് ആപ്പിൻ്റെ സബ്ബായിട്ടുള്ള പോയിന്റുകൾ എഴുതി വെച്ചോളണം. ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപകൻ എന്ന് എഴുതിക്കൊള്ളണം. ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപകൻ. യെസ്, സ്ഥാപകൻ. ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അറിഞ്ഞില്ലെങ്കിൽ നാണക്കേടാണ് മലയാളികൾക്ക്. ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപകൻ ആരാണ്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപകൻ ആര്? ഒന്ന് കമൻറ്റ് ചെയ്യൂ. ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപകൻ ചോദിച്ചില്ല. ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപകൻ ആര്? ഒന്ന് കമൻറ്റ് ചെയ്യൂ. ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപകൻ കമൻറ്റ് ചെയ്യാമോ? ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപകൻ യെസ്. അപ്പോൾ അത് നോക്കിയോ, ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപകൻ്റെ പേരാണ് ബൈജു രവീന്ദ്രൻ. ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, കിട്ടുമല്ലോ. ബൈജു രവീന്ദ്രൻ അറിയാലോ, മലയാളിയാണ്. ബൈജു രവീന്ദ്രൻ ഏത് ജില്ലയിൽ നിന്നുള്ള വ്യക്തിയാണ്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപനമായിട്ടുള്ള ബൈജു രവീന്ദ്രൻ ഏത് ജില്ലയിൽ നിന്നുള്ള വ്യക്തിയാണ്? ഒന്ന് കമൻറ്റ് ചെയ്യൂ. ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപനം ഏത് ജില്ലക്കാരനാണ്? അതാണ് നമ്മുടെ ചോദ്യം. എറണാകുളം ആണോ എന്നാണ് റുക്സാന എന്നോട് ചോദിക്കുന്നത്. ഉത്തരം തെറ്റാണ് റുക്സാന, എറണാകുളം അല്ല. വേറെ വിജി ഒന്ന് കമൻറ്റ് ചെയ്യൂ. ബൈജു രവീന്ദ്രൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഏത് ജില്ലയാണ്? ക്ലൂ വേണോ? കോട്ടയമാണെന്ന് പറയുന്നു. റുക്സാനയ്ക്ക് ക്ലൂ ചോദിച്ചു കഴിഞ്ഞു. ഞാൻ ഇത് തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. ഓക്കെ, കിട്ടോ? യെസ്. കേരളത്തിൽ തെയ്യങ്ങളുടെയും തിറകളുടെയും നാട് എന്നറിയപ്പെടുന്ന ജില്ല.
സിമ്പിൾ ചോദ്യമാണ്. കേരളത്തിലെ തെയ്യങ്ങളുടെയും തിറകളുടെയും നാട് കണ്ണൂർ. യെസ്, ബ്രാഗിൽ കണ്ണൂർ സ്വദേശി. ബൈജു രവീന്ദ്രൻ ബ്രാഗിൽ കണ്ണൂർ സ്വദേശി. കണ്ണൂർ സ്വദേശി. ഓക്കെ, ബൈജു സാബിനെ സബ്ബായിട്ട് പഠിച്ചു വെച്ചേക്കേണ്ട പോയിന്റാണ്, ഒരു കാരണവശാലും മറന്നു പോകരുത്. കിട്ടോ? യെസ്, അടുത്ത പോയിന്റ് ബൈജു സാബിൻ്റെ ആസ്ഥാനം. അതുകൂടെ എഴുതി വെച്ചോളണം കേട്ടോ. ബൈജു സാബിൻ്റെ ആസ്ഥാനം. എവിടെ ആസ്ഥാനമാക്കിയാണ് ബൈജു സാബ് പ്രവർത്തിക്കുന്നത്? ബൈജു സാബിൻ്റെ ആസ്ഥാനം. ബൈജു സാബിൻ്റെ ആസ്ഥാനം ചോദിച്ചില്ല. ബൈജു സാബിൻ്റെ ആസ്ഥാനം ചോദിച്ചില്ല. ഒന്ന് കമൻറ്റ് ചെയ്യാമോ? റുക്സാന കമൻറ്റ് ചെയ്യൂ. റുക്സാന, വിജി കമൻറ്റ് ചെയ്യൂ. ഫൗസിയ കമൻറ്റ് ചെയ്യൂ. ബൈജു സാബിൻ്റെ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ട്രിവാൻഡ്രം ആണെന്നാണ്. റുക്സാന ട്രിവാൻഡ്രത്ത് പോയപ്പോൾ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉത്തരം മിസ്റ്റേക്കാണ്. സന അജ്മൽ പറയുന്നത് കറക്റ്റാണ്. ഉത്തരം ബാംഗ്ലൂരാണ്. യെസ്, അതാണ് ഉത്തരം. യെസ്, ഉത്തരം ബാംഗ്ലൂർ. യെസ്, ഉത്തരം ബാംഗ്ലൂർ. റുക്സാന ഫാബുലസ് വേൾഡ്. ഞാൻ തീ എന്നാണ് പറയുന്നത്. തീ ഞാനാണോ തീ? റുക്സാനയാണോ തീ എന്നാണോ പറയുന്നത്? യെസ്, സന്തോഷം. തെറ്റുന്നതെന്നൊരു വിഷയമല്ല. നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളണം കേട്ടോ. യെസ്, അപ്പോൾ ബാംഗ്ലൂർ ആൻസർ പറഞ്ഞ ആൾക്ക്. ഓക്കെ. ആൻസർ പറഞ്ഞ ആൾ തീ എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം ബൈജു സാബിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ബൈജു സാബിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. യെസ്, എഴുതിയെത്തിയ ഓക്കെ അല്ലേ? റുക്സാന, ഫാബുലസ്, വിജി, പ്രദീപ്. ഓക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഔദ്യോഗിക സ്പോൺസർമാരായ കമ്പനികളുടെ എണ്ണം 3. ഖത്തർ എനർജി, ക്രിപ്റ്റോക്രോം, ബൈജു സാപ്പ്. ചരിത്രത്തിലാദ്യമായിട്ട് വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത ഇന്ത്യൻ കമ്പനി വെച്ചാൽ ബൈജു സാപ്പ്. ബൈജു സാപ്പിൻ്റെ സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ. ബൈജു രവീന്ദ്രൻ ഏത് ജില്ലയെന്ന് വെച്ചാൽ കണ്ണൂർ സ്വദേശിയാണ്, മലയാളിയാണ്. യെസ്, നേരെ വരുന്നു. ബൈജു സാപ്പിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. അത്രയാണ് പറഞ്ഞത്. കിട്ടുമല്ലോ. പോകാം. അടുത്ത പോയിന്റ് ഔദ്യോഗിക പന്ത്. യെസ്, അടുത്ത ചോദ്യം ഔദ്യോഗിക പന്ത്. വേൾഡ് കപ്പിന് ഉപയോഗിച്ച ഔദ്യോഗിക പന്ത് 2018 ഉപയോഗിച്ചത് നമ്മൾ പറഞ്ഞു. ടെൽസ്റ്റാർ 18 ആയിരുന്നുവെങ്കിൽ 2022 ഖത്തറിൽ ഉപയോഗിച്ച പന്ത് ഏതായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഖത്തറിൽ ഉപയോഗിച്ച പന്തിൻ്റെ പേര്, ഉപയോഗിച്ച പന്ത് ചോദിച്ചിന്. ഔദ്യോഗിക പന്ത് ഏതാ? യെസ്, അപ്പോൾ അത് എഴുതിയിട്ടോണം. ഔദ്യോഗിക പന്ത് ബ്രാക്കിൽ എൻ്റെ മലയാളം ഒന്ന് പഠിച്ചോളണം. അൽ റിഹില. ഉപയോഗിച്ച ഔദ്യോഗിക പന്ത് അൽ റിഹില. ഓക്കെ തന്നെ. അപ്പോൾ ഉപയോഗിച്ച പന്ത് എന്ന് പറഞ്ഞാൽ അൽ റിഹിലയാണ്. അൽ റിഹില കേട്ടപ്പോൾ തന്നെ പറഞ്ഞത് അൽ ചേർത്ത് വരുന്നല്ലോ. അൽ റിഹില എന്നുള്ളത് അറബ് വാക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അറബ് രാജ്യത്ത് വെച്ചല്ലേ നടന്നത്. അപ്പോൾ ഉപയോഗിച്ച വാക്കുകളെല്ലാം അറബുകളാണ്. അപ്പം ഉപയോഗിച്ച പന്ത് അൽ റിഹില എന്ന പന്താണ്. ഓക്കെ, അപ്പോൾ തൊട്ട് എഴുതിക്കോ അൽ റിഹില എന്ന വാക്കിനർത്ഥം. അതൊന്ന് എഴുതി വെച്ചോളണം കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, ആ സെക്ഷനിലെ രണ്ടാമത്തെ പോയിന്റ് അൽ റിഹില എന്ന വാക്കിനർത്ഥം പഠിച്ചു വെച്ചോണം. വാക്കിനർത്ഥം യാത്ര എന്നാകുന്നു. അൽ റിഹില എന്ന വാക്കിനർത്ഥം യാത്ര. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? അൽ റിഹില എന്ന വാക്കിനർത്ഥം യാത്ര എന്നാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? യെസ്. തൊട്ട് താഴെ അടുത്ത പോയിൻ്റായിട്ട് എഴുതിക്കോ. അടുത്ത പോയിൻ്റ് സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളിൽ. അടുത്ത ചോദ്യം സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളിൽ. സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളിൽ. സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളിൽ. സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളിൽ ഉപയോഗിച്ച പന്ത് ചോദ്യചിഹ്നം. അതായിരുന്നു ഖത്തറിലെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പോൾ ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയ പന്ത് അൽ റിഹില എന്ന് പറയുന്ന യാത്ര എന്നർത്ഥം വരുന്ന പന്തായിരുന്നുവെങ്കിൽ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളായപ്പോഴേക്കും ഫിഫ പന്ത് മാറ്റി എന്ന് വേണം അവിടെ നിന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പം ഫിഫ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ ഉപയോഗിച്ച പന്ത് ചോദ്യചിഹ്നം. സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ ഉപയോഗിച്ച പന്ത് ചോദ്യചിഹ്നം. യെസ്, ആ പന്ത് വേറൊന്നായിരുന്നു. ആദ്യം ഉപയോഗിച്ചത് അൽ റിഹില ആയിരുന്നുവെങ്കിൽ രണ്ടാമത് സെമി ഫൈനൽ, ഫൈനലിൽ ഉപയോഗിച്ച പന്ത് യെസ് ഇതാ നോക്കൂ, അൽ ഹിം ആയിരുന്നു.
അൽ ഹിം, HILM എന്ന് നമ്മൾ എഴുതും, ഹിം എന്ന് വായിക്കും. ഓക്കെ, സെമി ഫൈനൽ ഫൈനൽ ഉപയോഗിച്ച പന്ത് അൽ ഹിം ആയിരുന്നു. അൽ ഹിം, അൽ ഹിം, അൽ ഹിം. മനസ്സിലാവുന്നുണ്ടോ? അൽ ഹിം എന്ന് പറയുന്ന പന്താണ് ഉപയോഗിച്ചത്. അൽ ഹിം കിട്ടോ? പഴയ പോലെ തന്നെ അൽ റിഹ്ല എന്നുള്ള അറബി വാക്കിനർത്ഥം യാത്ര എന്നായിരുന്നുവെങ്കിൽ അടുത്ത പോയിന്റ് അൽ ഹിം എന്ന വാക്കിനർത്ഥം. അടുത്ത പോയിന്റ് അൽ ഹിം എന്ന വാക്കിനർത്ഥം. സബ് പോയിന്റ് താഴെ എഴുതൂ. അൽ ഹിം എന്ന വാക്കിനർത്ഥം. അൽ ഹിം എന്ന വാക്കിനർത്ഥം. അൽ ഹിം എന്ന വാക്കിനർത്ഥം. അൽ ഹിം എന്ന വാക്കിനർത്ഥം. യെസ്, അതിൻ്റെ അർത്ഥം കൂടെ എഴുതി വെച്ചോണം. അതിൻ്റെ അർത്ഥം സ്വപ്നം എന്നാണ്, ഡ്രീം. അൽ ഹിം എന്ന വാക്കിനർത്ഥം സ്വപ്നം എന്നാണ്. അൽ ഹിം എന്ന വാക്കിനർത്ഥം സ്വപ്നം എന്നാണ്. യെസ്, മനസ്സിലായ? അപ്പോൾ ആ സെക്ഷൻ അങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ. ആ സെക്ഷൻ നിങ്ങളങ്ങ് ക്ലോസ് ചെയ്യണം. ആ സെക്ഷൻ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് വേണം. യെസ്, എഴുതിയെത്തിയ എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ആണോ? റിക്സാനാസ് ഫാബുലസ് വേൾഡ് പറയുന്നു ഓക്കെ ആണെന്നാണ് പറയുന്നത്. യെസ്, വിജി പറയുന്നു ഓക്കെ ആണെന്ന്. യെസ്, ക്ലിയർ അല്ലേ? സിമ്പിൾ, ഒന്നുമില്ല അതിൻ്റെ അകത്ത്. സിമ്പിൾ കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞോളൂ, ഒന്നുമില്ല. ആദ്യ പന്ത് അൽ റിഹ്ല, സെമി ഫൈനലിൽ പന്ത് മാറ്റി അൽ ഹിമ്മിലേക്ക് നമ്മൾ പോയി. അൽ റിഹ്ല എന്നുള്ള വാക്കിനർത്ഥം യാത്ര എന്നാണെങ്കിൽ അൽ ഹിമ്മ് എന്ന വാക്കിനർത്ഥം സ്വപ്നം എന്നാണ്. അത്രയും പോയിന്റുകൾ നമ്മൾ പഠിച്ചു. എഴുതാമല്ലോ. അടുത്ത പോയിന്റ്, തുടർച്ചയായ 14 തവണയായി. 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 തുടർച്ചയായ 14 തവണയായി വേൾഡ് കപ്പ് പന്തിൻ്റെ. തുടർച്ചയായ 14 തവണയായി വേൾഡ് കപ്പ് പന്തിൻ്റെ. തുടർച്ചയായ 14 തവണയായി വേൾഡ് കപ്പ് പന്തിൻ്റെ. തുടർച്ചയായ 14 തവണയായി വേൾഡ് കപ്പ് പന്തിൻ്റെ ഔദ്യോഗിക നിർമ്മാതാക്കളായ കമ്പനി ചോദ്യചിഹ്നം. തുടർച്ചയായ 14 തവണയായി വേൾഡ് കപ്പ് പന്തിൻ്റെ ഔദ്യോഗിക നിർമ്മാതാക്കളായ കമ്പനി ചോദ്യചിഹ്നം. യെസ് എന്ന് പറഞ്ഞാൽ പന്ത് നിർമ്മിച്ചു കൊടുക്കുന്നത് ഏത് ബ്രാൻഡാണ്, ഏത് കമ്പനിയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. യെസ്, ഒന്ന് കമൻറ്റ് ചെയ്യാമോ? കഴിഞ്ഞ 14 തവണയായിട്ട് വേൾഡ് കപ്പ് പന്തിൻ്റെ നിർമ്മാണ ചുമതല അല്ലെങ്കിൽ പന്ത് നിർമ്മിച്ച് നൽകുന്ന ആരാണ് എന്ന് വെച്ചാൽ ഏത് കമ്പനിയാണ്? ഏത് കമ്പനി? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഫൗസിയ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ 14 തവണ വേൾഡ് കപ്പ് പന്തിൻ്റെ ഔദ്യോഗിക നിർമ്മാതാക്കളായിട്ടുള്ള ഇന്ത്യൻ കമ്പനിയുടെ പേര്. യെസ്, അപ്പോൾ എഴുതിയിട്ട് വേണം കമ്പനിയുടെ പേര്. യെസ്, എഴുതൂ. അഡിഡാസ്. അഡിഡാസ് കറക്റ്റാണ്. ഫെം മുസ്തഫ കറക്റ്റാണ്. യെസ്, ഉത്തരം അഡിഡാസ് ആണ്. അഡിഡാസ്. അഡിഡാസിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോണം കേട്ടോ. അഡിഡാസ് ഏത് രാജ്യത്തെ കമ്പനിയാണ്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ആൻസർ പറഞ്ഞാലൊന്ന് കമൻറ്റ് ചെയ്യാമോ? അഡിഡാസ് ഏത് രാജ്യത്തെ? നമുക്കെല്ലാം അറിയാം, സ്പോർട്സ് ബ്രാൻഡാണ് അഡിഡാസ് എന്ന് പറഞ്ഞാൽ. അഡിഡാസ് ഏത് രാജ്യത്തെ സ്പോർട്സ് ബ്രാൻഡാണ്? ആ രാജ്യം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഏത് രാജ്യം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അഡിഡാസ് ഏത് രാജ്യത്തെ കമ്പനിയാണ്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഏത് രാജ്യം? ഇഷ്ടപ്പെട്ട രാജ്യം കമൻറ്റ് ചെയ്യും. അഡിഡാസ് ഇന്ത്യയുടെ കമ്പനിയാണ്. റുക്സാന ഫാബുലസ് വേൾഡ്. യെസ്, ഇന്ത്യയൊന്നുമല്ല, അഡിഡാസ് ഏത് രാജ്യം? ഞാൻ വേണമെങ്കിൽ ക്ലൂ തരാം. 2022 ഖത്തർ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയ ആദ്യ രാജ്യക്കാരെവരായിരുന്നു? യെസ്, ഇനി ഒന്ന് കമൻറ്റ് ചെയ്യും. യോഗ്യത നേടിയ ആദ്യ രാജ്യക്കാർ ജർമ്മനി. യെസ്, അപ്പോൾ ബ്രാക്കിൽ എഴുതിക്കോണം. അഡിഡാസ് ബ്രാക്കിൽ ജർമ്മൻ സ്പോർട്സ് ബ്രാൻഡാണ്. ജർമ്മൻ ബ്രാൻഡ്. യെസ്, ജർമ്മൻ ബ്രാൻഡാണെന്ന് കൂടി അവിടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. കിട്ടുമല്ലോ. ജർമ്മൻ സ്പോർട്സ് ബ്രാൻഡാണ്. അവന്മാരാണ് അത്ര ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്. ഓക്കെ, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കിട്ടുമല്ലോ. അപ്പോൾ പന്ത് നിർമ്മിച്ചു കൊടുക്കുന്ന അഡിഡാസാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് അഡിഡാസിൻ്റെ പൂർണ്ണ രൂപം. അതും കൂടി എഴുതിയിട്ടോണം. അഡിഡാസിൻ്റെ പൂർണ്ണ രൂപം. യെസ്, ആണ്. ആൾ ഡേ ഐ ഡ്രീം എബൌട്ട് സ്പോർട്സ്. All day I dream about sports. All day I dream about sports. All day I dream about sports.
ഓൾ ഡേ ഐ ഡ്രീം എബൌട്ട് സ്പോർട്സ്. ഓൾ ഡേ ഐ ഡ്രീം എബൌട്ട് സ്പോർട്സ്. ഓക്കെ ആണോ? എഴുതിയെത്തിയ ഓൾ ഡേ ഐ ഡ്രീം എബൌട്ട് സ്പോർട്സ് എഴുതിയെത്തിയ വിജി പ്രതി പറയുന്നു യെസ് ആണെന്ന് പറയുന്നു. വളരെ സന്തോഷം. ഓൾ ഡേ ഐ ഡ്രീം എബൌട്ട് സ്പോർട്സ്. യെസ്, ക്ലിയർ തന്നല്ലോ. യെസ്. അടുത്ത പോയിൻ്റ് ആകെ പങ്കെടുത്ത ടീമുകൾ. 2022 ഖത്തർ വേൾഡ് കപ്പിൽ ആകെ എത്ര ടീമുകൾ അല്ലെങ്കിൽ എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത്? അതാണ് ചോദ്യം. ആകെ പങ്കെടുത്ത ടീമുകൾ ചോദ്യചിഹ്നം. ആകെ പങ്കെടുത്ത ടീമുകൾ ചോദ്യചിഹ്നം. ഒന്ന് കമൻറ്റ് ചെയ്യൂ. എത്ര ടീമുകൾ പങ്കെടുത്ത? ആദ്യം പങ്കെടുത്ത ടീമുകൾ എത്ര? മനസ്സിലുള്ള ഒരു ടീം ഇടൂ. നിങ്ങളുടെ മനസ്സിൽ 26 ടീമല്ല. യെസ്, എബവ് 30 കയറിപ്പോണം. യെസ്, ആകെ പങ്കെടുത്ത ടീമുകൾ 32. യെസ്, ആകെ പങ്കെടുത്ത ടീമുകൾ 32. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് വേൾഡ് കപ്പ് നമ്മൾ പറഞ്ഞല്ലോ 1930 ഉറുഗ്വേയിൽ വെച്ച് നടന്നു എന്ന് പറഞ്ഞല്ലോ. അന്നത്തെ വേൾഡ് കപ്പിൽ 13 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതിപ്പോൾ വർഷങ്ങൾ കഴിയുന്നതോറും കൂടി വന്ന് നിലവിൽ 32 ടീമുകൾ വരെ ആയിട്ടുണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിലേക്ക് ഫിഫ വളർന്നു കഴിഞ്ഞു. കിട്ടുമല്ലോ? യെസ്. അപ്പോൾ ആകെ പങ്കെടുത്ത ടീമുകൾ 32 കിട്ടും. അപ്പോൾ അടുത്ത പോയിൻ്റ് 32 ടീമുകൾ പങ്കെടുക്കുന്ന അവസാന വേൾഡ് കപ്പ്. എഴുതിക്കോ. അടുത്ത ചോദ്യം 32 ടീമുകൾ പങ്കെടുക്കുന്ന അവസാന വേൾഡ് കപ്പ്. അതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. 32 ടീമുകൾ പങ്കെടുക്കുന്ന അവസാന വേൾഡ് കപ്പ്. 32 ടീമുകൾ പങ്കെടുക്കുന്ന അവസാന വേൾഡ് കപ്പ്. യെസ്, ഹൈഫൺ ഏത് തന്നെ, ഖത്തർ തന്നെയായിരുന്നു. 32 ടീമുകൾ പങ്കെടുക്കുന്ന അവസാന വേൾഡ് കപ്പായിരുന്നു ഖത്തറിലേത്. ഓക്കെ തന്നെ എഴുതിയെത്തിയ 32 ടീമുകൾ പങ്കെടുക്കുന്ന അവസാന വേൾഡ് കപ്പ്. 32 ടീമുകൾ പങ്കെടുക്കുന്ന അവസാന വേൾഡ് കപ്പ് എഴുതിയ. യെസ്, വിജി പ്രദീപ് എഴുതി കഴിഞ്ഞു. യെസ്. അപ്പോൾ അടുത്ത ചോദ്യം, അടുത്ത പോയിൻ്റ് കൂടെ എഴുതിയത് 2-3 പോയിൻ്റ് കൂടെ അതുകൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ്, അടുത്ത പോയിൻ്റ് 2026 വേൾഡ് കപ്പിൽ എന്ന് പറഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പ് ഇനി നടക്കാൻ പോകുന്നത് കേട്ടോ. 2026 വേൾഡ് കപ്പിൽ ഫിഫ ഉൾപ്പെടുത്തുന്ന ടീമുകളുടെ എണ്ണം. 2026 വേൾഡ് കപ്പിൽ ഫിഫ ഉൾപ്പെടുത്തുന്ന ടീമുകളുടെ എണ്ണം. 2026 വേൾഡ് കപ്പിൽ ഫിഫ ഉൾപ്പെടുത്തുന്ന ടീമുകളുടെ എണ്ണം. അവസാന വേൾഡ് കപ്പിൽ 32 രാജ്യങ്ങൾ പങ്കെടുത്തുവെങ്കിൽ 2026 വേദിയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തും. അമേരിക്ക, കാനഡ, മെക്സിക്കോ അവിടെ വെച്ച് നടക്കുന്ന മത്സരത്തിൽ എത്ര ടീമുകൾ പങ്കെടുക്കും? അതാണ് ചോദ്യം. 2026 വേൾഡ് കപ്പിൽ ഫിഫ ഉൾപ്പെടുത്തുന്ന ടീമുകളുടെ എണ്ണം. യെസ്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? 32 എന്നുള്ളത് എത്രയായിട്ട് മാറും? അതാണ് നമ്മുടെ ചോദ്യം. എത്രയായിട്ട് മാറും? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? 32 എന്നുള്ളത് എത്രയായിട്ട് മാറും? ഒന്ന് കമൻറ്റ് ചെയ്യൂ. 32 എത്രയായിട്ട്? എ കെ ക്ലൂ തരാം. എ കെ നമ്മൾ തോക്കിന് പറയാം. എ കെ എന്തോന്ന് പറയും? എ കെ 47 നമ്മൾ പറയും. പക്ഷേ 47 എന്നല്ല ഇവിടെ പറയേണ്ടത്. ഇവിടെ 48 എന്ന് വേണം പറയാം. കിട്ടും? യെസ്, ഉത്തരം 48 ആണ്. കിട്ടും? 32 എന്നുള്ളത് 48 ആയിട്ട് കൂടും. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. 32 48 രാജ്യങ്ങളായിട്ട് ഉയരുകയാണ് ചെയ്യാൻ പോകുന്നത്. കിട്ടും? 32 48 ആയിട്ട് മാറും. കിട്ടുമല്ലോ? 2 ചോദ്യങ്ങളും കൂടെ. അപ്പോൾ അതും കൂടെ എഴുതിക്കൊള്ളണം. ഒരു ടീമിൽ പരമാവധി ഉൾപ്പെടുത്താൻ ഫിഫ അംഗീകരിച്ച കായിക താരങ്ങളുടെ എണ്ണം. ഒരു ടീമിൽ പരമാവധി ഉൾപ്പെടുത്താൻ ഫിഫ അംഗീകരിച്ച കായിക താരങ്ങളുടെ എണ്ണം. ഒരു ടീമിൽ പരമാവധി ഉൾപ്പെടുത്താൻ ഫിഫ അംഗീകരിച്ച കായിക താരങ്ങളുടെ എണ്ണം. ഒരു ടീമിൽ ഉൾപ്പെടുത്താൻ ഫിഫ അംഗീകരിച്ച പരമാവധി കായിക താരങ്ങളുടെ എണ്ണം. യെസ്, അത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ ഒരു ടീമിൽ സാധാരണ 11 പേരാണ് പങ്കെടുക്കാറുള്ളത്. അതെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു രാജ്യത്തു നിന്ന് മത്സരത്തിന് വേണ്ടി എത്തുമ്പോൾ ആ രാജ്യത്തു നിന്ന് കറക്റ്റ് 11 പേരെയും കൊണ്ടായിരിക്കത്തില്ല ആ രാജ്യം എത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലുമൊക്കെ പരിക്ക് പറ്റുമ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊക്കെ ആളുകൾ ഇറക്കേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ 11 പകരം അതിൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ടീമിൽ പരമാവധി ഉൾപ്പെടുത്താൻ അംഗീകരിച്ച കായിക താരങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഉത്തരം 26 ആണ്. ഓക്കെ, ഉത്തരം 26.
ഉത്തരം 26. ഓക്കെ അല്ലേ? ഓക്കെ. പരിക്ക് പറ്റുമ്പോൾ പകരം ആളിനെയൊക്കെ ഇറക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം 11 പേരെ കൊണ്ടുവന്നാൽ പറ്റൂല. അപ്പോൾ കൂടുതൽ ആളുകളെ കൊണ്ടുവരണം. 11 26 പേരെ എല്ലാ രാജ്യത്തു നിന്നും കൊണ്ടുവരാമെന്ന് ഫിഫ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടുമല്ലോ? യെസ്. ലാസ്റ്റ് ചോദ്യം, 26 പേരെയും വിനിയോഗിച്ച രാജ്യം ചോദിച്ചു. ലാസ്റ്റ് ചോദ്യം, അതും കൂടി എഴുതി നിർത്തൂ. 26 പേരെയും വിനിയോഗിച്ച രാജ്യം ചോദിച്ചിട്ട് 2022 ഖത്തർ വേൾഡ് കപ്പിൽ ഈ കൊണ്ടുവന്ന 26 പേരെയും വിനിയോഗിച്ച രാജ്യം ചോദിച്ചില്ല. കൊണ്ടുവന്ന 26 പേരെയും വിനിയോഗിച്ച രാജ്യം ചോദിച്ചില്ല. യെസ്. ഒന്ന് കമൻറ്റ് ചെയ്യാമോ? കൊണ്ടുവന്ന 26 പേരെയും വിനിയോഗിച്ച രാജ്യം ഏതാണ്? യെസ്. ഏത് രാജ്യം? ഒന്ന് കമൻറ്റ് ചെയ്യൂ. കൊണ്ടുവന്ന 26 പേരെയും വിനിയോഗിച്ച രാജ്യം. കൊണ്ടുവന്ന 26 പേരെയും വിനിയോഗിച്ച രാജ്യം. യെസ്. വിജി പ്രതി പറഞ്ഞാണ് കറക്റ്റ്. ഉത്തരം ബ്രസീലായിരുന്നു. ഉത്തരം ബ്രസീൽ. ഉത്തരം ബ്രസീൽ. ഓക്കെ എന്നല്ലോ. അപ്പോൾ അടിയിൽ വരച്ച് ക്ലോസ് ചെയ്തിടൂ. അടിയിൽ വരച്ച് ക്ലോസ് ചെയ്തിടൂ. യെസ്. ഓക്കെ തന്നെ കിട്ടുമല്ലോ. ഇതുവരെ പറഞ്ഞ പോയിന്റുകളിൽ എവിടെ നിന്ന് വെച്ചാലും കിട്ടുമോ? അപ്പോൾ ജസ്റ്റ് 2022 നിങ്ങൾ പേനയൊക്കെ ഒന്ന് കയ്യിൽ നിന്ന് ഒന്ന് മാറ്റി വെച്ചേക്കൂ. ആ ബുക്കിലോട്ടൊന്ന് നോക്കിയോ. 2022 ഖത്തർ മാത്രം ഒന്ന് നോക്കിയാൽ മതി. പറയട്ടാ, ഓടിച്ചൊന്ന് പറയട്ടാ, 2022 മാത്രം. വിജി പ്രദീപ്. ഓക്കെ. സന പറയുന്നു ഓക്കെയാണ്, എസ് ആണെന്ന് പറയുന്നു. എസ് ആണ്. അപ്പോൾ 2022 മാത്രം ഞാൻ ഓർഡറിലൊന്ന് ഓടിച്ച് പറയുകയാണേ. അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. നോക്കൂ. അപ്പോൾ 2022 ആചരിച്ചത് 22ാമത് ആഘോഷിച്ചത് അല്ലെങ്കിൽ നമ്മൾ കളിച്ചത് 22ാമത് വേൾഡ് കപ്പായിരുന്നു. സിമ്പിൾ. വേദി എന്ന് പറയുന്നത് ഖത്തറായിരുന്നു. അവിടെ നമ്മൾ പഠിച്ചു. ഖത്തർ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏഷ്യ വേദിയാകുന്നത് ഖത്തറിലൂടെ 2ാമതാണ് ഏഷ്യ വേദിയായത്. അപ്പോൾ ഇതിനു മുമ്പ് ഏഷ്യ വേദിയായിട്ടുള്ളത് 2002 അത് സൗത്ത് കൊറിയയിലും ജപ്പാനിലും വെച്ചായിരുന്നു കളി നടന്നത്. കിട്ടും. പിന്നെ നടന്നിട്ടുണ്ട് വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യത്വം വഹിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യമായിരുന്നു ഏത്? ഖത്തർ എന്ന് പറയുന്നത്. അത് മറ്റൊരു പ്രത്യേകതയാണ്. അറബ് ലോകത്ത് വെച്ച് കിടക്കുന്ന ആദ്യ വേൾഡ് കപ്പ് അതും ഖത്തറായിരുന്നു. അത്രയും പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. യെസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ആ വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആകെ എത്ര നഗരങ്ങളിലാണ് കളി നടന്നത് വെച്ചാൽ 5 നഗരങ്ങളിലാണ് കളി നടന്നത്. 8 സ്റ്റേഡിയങ്ങളിലാണ് കളി നടന്നത്. അത്രയും നമ്മൾ അവിടെ നിന്ന് ഓർത്തെടുത്തു. പിന്നെ പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ട് താൽക്കാലികമായിട്ട് നമ്മളൊരു സ്റ്റേഡിയം നിർമ്മിച്ചിരുന്നു. ആ സ്റ്റേഡിയത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ 974 സ്റ്റേഡിയം എന്നായിരുന്നു. 974 ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ടാണ് ആ സ്റ്റേഡിയം നിർമ്മിച്ചത്. അതുകൊണ്ട് സ്റ്റേഡിയത്തിൻ്റെ പേര് 974 സ്റ്റേഡിയം എന്നായിരുന്നു. ആ സ്റ്റേഡിയത്തിന് മറ്റൊരു പേരുണ്ടായിരുന്നു, റാസ് അബൌദ് സ്റ്റേഡിയം എന്ന പേരാണ് അത് അറിയപ്പെട്ടിരുന്നത്. കിട്ടും. അവിടെ നിന്ന് നമ്മൾ വേറൊരു സ്റ്റേഡിയത്തിലേക്ക് പോയി. ഇസ്ലാം ആരാധനാ രീതിയുടെ ഭാഗമായിട്ടുള്ള ഗഫിയ തൊപ്പിയുടെ മാതൃകയിൽ നിർമ്മിച്ച മറ്റൊരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് അൽ തുമാമ സ്റ്റേഡിയം എന്നായിരുന്നു. ആ ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ നിന്ന് പഠിച്ചു. പിന്നെ പറഞ്ഞു മത്സരങ്ങൾ നടന്ന ദിവസം 2022 നവംബർ 20 മുതൽ ഡിസംബർ 18 വരെയാണ് മത്സരങ്ങൾ നടന്നത് എന്ന് നമ്മൾ ഓർത്തെടുത്തു. ഡിസംബർ 18ൻ്റെ പ്രത്യേകത 2 പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡിസംബർ 18 ഏറ്റവും വലിയ പ്രത്യേകത ഖത്തറിൻ്റെ നാഷണൽ ഡേ അല്ലെങ്കിൽ ഖത്തറിൻ്റെ ദേശീയ ദിനമായിരുന്നു ഡിസംബർ 18. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം. അതും ഡിസംബർ 18 തന്നെയാണ്. അവിടെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് വരും. കിട്ടുമല്ലോ. പിന്നെ പറഞ്ഞു വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം നമ്മൾ ഓർത്തെടുത്തു. എക്സ്പെക്റ്റ് അമേസിങ് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് മാസ്കോട്ട് ഭാഗ്യച്ചിഹ്നം എന്ന് പറഞ്ഞാൽ ലാ ഈബ്. ഓർമ്മയുണ്ടല്ലോ? ഏതാണ്? പന്ത്. വേൾഡ് കപ്പ് ഫുട്ബോൾ പന്തുമായി പോകുന്ന ഏതാണ്? അറബി വസ്ത്രധാരി. അതിനാണ് ലാ ഈബ് എന്ന് പറയുന്നത്. ഗൂഗിളിൽ ഒന്ന് നോക്കിയാൽ മതി. ലാ ഈബ് എന്ന അറബ് വാക്കിനർത്ഥം പ്രഗത്ഭനായ അല്ലെങ്കിൽ പ്രതിഭാധനനായ കളിക്കാരൻ എന്നാണ്, അല്ലെങ്കിൽ സ്കിൽഡ് പ്ലെയർ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേട്ടോ. പിന്നെ അവിടെ നമ്മൾ എങ്ങോട്ട് പോയി? വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയ ആദ്യ രാജ്യത്തിലേക്ക് നമ്മൾ പോയി. ആദ്യമായി യോഗ്യത നേടിയ ആദ്യ രാജ്യം എന്ന് പറയുന്നത് ഏത്? ജർമ്മനിയാണ്. അവസാന രാജ്യം എന്ന് പറയുന്നത് കോസ്റ്റാറിക്കയാണ്. എല്ലാം കിട്ടുമല്ലോ. നേരെ പോയി ബ്രാൻഡ് അംബാസഡറിലേക്ക് നമ്മൾ കയറി. ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞാൽ ഗ്യാനി മുഹമ്മദ് അൽ മുഫ്താഹാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന് അരയ്ക്ക് താഴേക്ക് വളർച്ചയില്ല. ആ അവസ്ഥയുടെ പേര് കൗഡൽ റിഗ്രഷൻ സിൻഡ്രോം എന്നാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഏതാണ്? ഉദ്ഘാടന ദിവസം ബ്രാൻഡ് അംബാസഡർക്കൊപ്പം വേദി പങ്കിട്ട ഒരു ഹോളിവുഡ് താരമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മോർഗൻ ഫ്രീമാൻ ആണ്. നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ പറഞ്ഞു ഫിഫ വേൾഡ് കപ്പിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് രൺവീർ സിംഗ് എന്നാണ്. അദ്ദേഹം ദീപിക പദുക്കോണിൻ്റെ ഹസ്ബൻഡാണെന്ന് കൂടി നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി പോയിന്റുകളിലേക്ക് പോയെന്ന് വെച്ചാൽ ഔദ്യോഗിക സ്പോൺസർമാരായിട്ടുള്ള കമ്പനികളുടെ എണ്ണം 3 ആയിരുന്നു. പ്രധാനപ്പെട്ട കമ്പനികൾ: 1 ഖത്തർ എനർജി, 2 ക്രിപ്റ്റോക്രോം, 3 ബൈജൂസ് ആപ്പ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യം വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്ന ഇന്ത്യൻ കമ്പനി വെച്ചാൽ ബൈജൂസ് ആപ്പാണ്. ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപകൻ ബൈജു രവീന്ദ്രനാണ്. ബൈജൂസ് ആപ്പിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ബൈജു രവീന്ദ്രൻ്റെ ജില്ല കണ്ണൂർ ജില്ലയാണ്. മാക്സിമം പോയിന്റുകൾ.
പിന്നെ ഉപയോഗിച്ചു ഔദ്യോഗിക പന്ത് എന്ന് വെച്ചാൽ അൽ റിഹിലയാണ്. അൽ റിഹില എന്നുള്ള വാക്കിനർത്ഥം യാത്രയാണ്. അവിടെ നിന്ന് സെമി ഫൈനലിന് ഫിഫ പന്ത് മാറ്റി അത് അൽ ഹിം എന്നുള്ള പന്ത് ഉപയോഗിച്ചു. ആ പന്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്വപ്നം എന്നാണ്. അത്രയും പോയിന്റുകൾ നമ്മളവിടെ പഠിച്ചു. പിന്നെ പറഞ്ഞു കഴിഞ്ഞ 14 തവണയായിട്ട് വേൾഡ് കപ്പ് പന്തിൻ്റെ ഔദ്യോഗിക നിർമ്മാതാക്കളായിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് അഡിഡാസ് ആണ്. അഡിഡാസ് എന്ന് പറയുന്നത് ജർമ്മൻ സ്പോർട്സ് ബ്രാൻഡാണ്. അഡിഡാസിൻ്റെ പൂർണ്ണരൂപം ഓൾ ഡേ ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ് എന്നുള്ളതാണ് നമ്മളവിടെ നിന്ന് ഓർത്തെടുത്തു. പിന്നെ പറഞ്ഞു ആകെ പങ്കെടുത്ത ടീമുകൾ 32 പറഞ്ഞു. ആദ്യ വേൾഡ് കപ്പിൽ ഉറുഗ്വേയിൽ വെച്ച് നടക്കുമ്പോൾ 13 ടീമുകളാണ് ഉണ്ടായിരുന്നത്. അത് 32 ഭാവിയിൽ 2026 അത് 48 ഉയരും എന്നാണ് ഫിഫ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കിട്ടുമല്ലോ? യെസ്. പിന്നെ നമ്മൾ അവസാനം പറഞ്ഞു ഒരു ടീമിൽ പരമാവധി പങ്കെടുക്കാൻ ഫിഫ എത്ര പേരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു? 26 പേരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. കൊണ്ടുവന്ന 26 പേരെയും കളിപ്പിച്ച രാജ്യം അല്ലെങ്കിൽ 26 പേരെയും വിനിയോഗിച്ച രാജ്യം ബ്രസീലാണ് എന്നുകൂടി നമ്മൾ ഓർത്തെടുത്തു. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതുവരെ എടുത്തിട്ടുള്ളൂ എന്നൊന്ന് ഓർമ്മിപ്പിക്കണം. ബാക്കി നമുക്ക് കണ്ടിന്യൂഷനായിട്ട് എടുത്തങ്ങ് പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ പറഞ്ഞതെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞപ്പോൾ എല്ലാം കൂടെ പിടിച്ചു വന്നാൽ മിസ്റ്റേക്കുകളൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? താങ്ക് യു സാർ, നൈസ് ക്ലാസ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, പറഞ്ഞ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണ്. ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ശരി.